കരുതലിനായി സ്തോത്രം, കരുതുന്ന സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതകൾക്കായി കർത്താവിന് ഞങ്ങൾ മഹത്വം പറയുന്നു. കർത്താവേ, കൃപക്കുള്ളി പൊതിഞ്ഞാട്ട് ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം കർത്താവെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം അധികാരപ്പെടുത്തണമേ, മൂർച്ചയുള്ള ആയുധമാക്കി ദൈവം ഉപയോഗിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ എന്ന് പകലും രാത്രിയിലും അങ്ങയുടെ ദാസനിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവസഭയ്ക്കും ദേശത്തിനും കുടുംബങ്ങൾക്കും വ്യക്തിത്വങ്ങൾക്കും തലമുറകൾക്കും ഒരുപാട് വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രികളിൽ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ശുശ്രൂഷിച്ച് കടന്നുപോയ എല്ലാ ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. അവരെല്ലാം അവരുടെ ദൈവം പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ യോഗങ്ങൾക്കായും സ്തോത്രം. എല്ലാവരെയും കർത്താവ് കരമച്ച് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ ചിറകടിയിൽ പൊതിയുകയും ചെയ്യുമാറാകണമേ. കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഇനി കടന്നു വരുവാനുള്ളവർക്കായി സ്തോത്രം. വേഗത്തിലേവരെയും കൂട്ടിവരുത്തും കൃപയ്ക്കുള്ളിൽ പൊതിയും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മറുപടി അയച്ചതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, 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 ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും എന്നുള്ള ആ പഴയ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് അല്പസമയം ആരാധിക്കാം. സ്തുതിക്കാം നീ പരനെ, തന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ, തന്മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. അവരോഗത്താൽ നീ വലഞ്ഞു, ആശയില്ലാതലഞ്ഞു. അവരോഗത്താൽ നീ വലഞ്ഞു, ആശയില്ലാതലഞ്ഞു. ഭാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. ഭാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ, തന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും
പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ നന്മകൾക്ക് സ്തുതിക്കാം. സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാം നീ പരനെ നന്മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. നമുക്ക് ചേർന്ന് പാടാമോ? എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നന്മകളിൽ ചൊരിഞ്ഞവനെ.
മുൻപിൽ പതറാതെ ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരും ആയുധം വലിക്കയില്ല നിനക്കെതിരായി വരും ആയുധം വലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്നെ ദാസരിൽ നീതിയാവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്നെ ദാസരിൽ നീതിയാവൻ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത് പകൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അസഹായമെന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായും കർത്താവിന് മഹത്വം പറയുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി അവർക്കായി സ്തോത്രം. സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ കർത്തൃഭൃത്യന്മാർക്കായി സ്തോത്രം. എല്ലാ ബഹുമാനീയരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിജോ പോൾ കോട്ടയം അവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹീതരായി പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും വേഗഭരത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ 11ാമത് പകലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.
വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഓരോ ദിനരാത്രങ്ങളിലും അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ നമ്മുടെ മധ്യ അയച്ച് കർത്താവ് ചെയ്യുന്ന എല്ലാവൻ്റെ വലിയ പ്രവർത്തികൾക്കായും കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആ ദിനരാത്രങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നു, ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ മധ്യേ ചെയ്യുന്ന എല്ലാ അവൻ്റെ അത്ഭുത പ്രവർത്തികൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ നാം അറിയാതെ ചില മണ്ഡലങ്ങളിൽ ചില വിടുതലുകൾ ദൈവം അയച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ നാം വിളിച്ചു പറയണം, എൻ്റെ കൂടാരത്തിനകത്ത് എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ വാഗ്ദത്ത വിഷയങ്ങളുടെ മേൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, ഹല്ലേലൂയ, എൻ്റെ ആത്മീക മണ്ഡലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്യുന്നുണ്ടെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഹൃദ്യമായി പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോട് പിന്നെയും ഇടപെടണമേ. ഞാൻ ഒഴിഞ്ഞ പാത്രമാണ്. ഈ ദിവസങ്ങളിൽ നാം ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. നാം നിറഞ്ഞ പാത്രങ്ങളല്ല, നിറഞ്ഞു എന്നുള്ള മനോഭാവത്തോടെ ഇരിക്കുകയല്ല, ഒഴിഞ്ഞ പാത്രമാണെന്നുള്ള മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ നിശ്ചയമായും നമ്മെ നിറയ്ക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ, ദൂതുകളിലൂടെ നമ്മെ നിറയ്ക്കാൻ മതിയായ ദൈവമാണ്. ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജോ പോൾ അവരുകളെ പ്രത്യേകിച്ച് വന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അനേക തവണ നമ്മുടെ വിവിധ സഭകളിൽ കടന്നു വന്ന് ഈ സഭയിൽ തന്നെ അനേക തവണ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ വളരെ ആദരവോട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവസഭയിൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവിനേക്ക് ലഭ്യമാക്കുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധാനം ഈ പകലും ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക്, മാതാപിതാക്കന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഇന്ന് പകൽ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജോബിൻ പാസ്റ്റർക്ക്, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ കൗശി പാസ്റ്റർക്ക്, തൻ്റെ കുടുംബത്തിന്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്ക്, വിശേഷിച്ച് ജിജി പാസ്റ്ററുണ്ട്, കർത്താവിൻ്റെ ദാസന്, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽ സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 10 ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുമെന്നാണ് ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഞാൻ മുഖവരകളൊട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദൈവസഭയോട് 11ാമത്തെ പകൽ പറയുവാൻ പ്രകാശനം നൽകിയ ദൈവജന ഭാഗത്തിലേക്ക് വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. എല്ലാവർക്കും സങ്കീർത്തനങ്ങൾ എടുക്കാം. സങ്കീർത്തനങ്ങൾ 46ാമത്തെ സങ്കീർത്തനം, 46ാമത്തെ സങ്കീർത്തനം, അതിന് 4, 5, 7 വാക്യങ്ങൾ വായിക്കാം. 4, 5, അതിനെ തുടർന്ന് 7ാമത്തെ വാക്യം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്.
ഈ വചനഭാഗങ്ങളുടെ ശക്തമേറിയ പ്രകാശനങ്ങൾ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നന്നായിട്ട് തുറക്കേണ്ടതിന് ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെല്ലാവരും നടച്ച് ഹൃദയങ്ങൾ ദൈവത്തിൽ ഏകാഗ്രമാക്കി ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. അവൻ വിശന്നവരെ ധാരാളം നന്മകളാൽ നിറച്ച് സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഇന്ന് പകൽ ദൈവവചനത്തോടാഴമേറിയ വിശപ്പും ദൈവസാന്നിധ്യത്തോടാഴമേറിയ ദാഹവും എല്ലാവർക്കും ഇന്ന് പകൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ മുമ്പാകെ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂതണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ അസന്നിഗ്ധമായി നമ്മോട് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ 11 ദിവസക്കാലമായി ഒരു ആത്മീയ യുദ്ധം നമ്മുടെ നടുവിൽ നടക്കുകയാണ്. തീർച്ചയായും പിശാചിൻ്റെ സകല തന്ത്രമന്ത്രങ്ങളെയും ജയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സഭ ഈ ദിവസങ്ങളിൽ മുന്നേറുന്ന ദിവസങ്ങളാണ്. എല്ലാവരും അത് ഓർത്ത് അല്പസമയങ്ങൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. വെല്ലുവിളികളും പോരാട്ടങ്ങളും നിറഞ്ഞ ഈ ഊഷര മരുഭൂമിയിലെ വിശ്വാസ ജീവിത യാത്രയിൽ പ്രതിബന്ധനങ്ങളും പ്രതിസന്ധികളെയും ജയിക്കാൻ പ്രാർത്ഥനയും ഉപവാസവും ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ തോൽപ്പിക്കാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പരാജയപ്പെടുത്താൻ ഒരു പോരാട്ടങ്ങൾക്ക് കഴിയില്ല. ഈ പകലും പ്രാർത്ഥിക്കുന്നവർ ശബ്ദമുയർത്തി ആത്മനിറവിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ നാമത്തിൽ അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ റഥന സന്ധന ജഗൽക്കന ദിയാമന ശംദൽ കമാനിയ അർത്ഥൽ പ്രബന്ധര ചസി അർത്ഥൽ കമാന വൈഡ പ്രബന്ധരായ അർത്ഥേ ജഗൽ കടക സൈതൽ കരാജനാഥര. എല്ലാ തടസ്സങ്ങളും പൊട്ടട്ടെ ഇന്ന് പകൽ, എല്ലാ പ്രതിബന്ധനങ്ങളും അടിയട്ടെ ഇന്ന് പകൽ, എല്ലാ രോഗത്തിൻ്റെ നുഖങ്ങളും തകരട്ടെ. പിശാച് വയ്ക്കുന്ന എല്ലാ കുരുക്കുകളും എല്ലാ സ്തോത്രം പൈശാചിക കുരുക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ എന്നേക്കുമായി തകർന്നു മാറട്ടെ. വേടന്റെ കെണിയിൽ നിന്ന് ഒരു പക്ഷി ആ വേടന്റെ കെണി പൊട്ടി അനന്തവികാശിയിൽ പറന്നുയരുന്നത് പോലെ ഈ 11ാമത്തെ പകൽ പൈശാചിക അധികാരങ്ങളുടെ പൈശാചിക സ്വാധീന മേഖലകളുടെ മുകളിലൂടെ പറന്നു നിൽക്കുന്ന ഒരു ദൈവിക കൃപ നമ്മിലേക്ക് ദൈവാത്മാവ് പകരേണ്ടതിന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ആരും മൗനം വീക്ഷിക്കരുത്, ആരും മൗനമാചരിക്കരുത്. ചേർന്ന് അധന സന്ധര ജഗൽ കരാതി യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും പൊട്ടട്ടെ കർത്താവേ. വചനം നന്നായി വെളിപ്പെട്ടു വരട്ടെ, വചനത്തിൻ്റെ പ്രകാശനങ്ങൾ ഉണ്ടാകട്ടെ. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുകൾ ചലിക്കപ്പെടട്ടെ. വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ തന്നെ ഈ പാളയത്ത് PMG ചർച്ചിനകത്ത് മാത്രമല്ല, വചനം വിദൂരങ്ങളിൽ സഞ്ചരിക്കട്ടെ. വചനം വിദൂരങ്ങളിൽ സഞ്ചരിക്കട്ടെ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അതതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ കാര്യം സാധിപ്പിക്കാതെ അയച്ചവന്റെ അടുക്കലേക്ക് മടങ്ങി വരില്ലെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ വചനം പുറപ്പെടട്ടെ. രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്, ജില്ലകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വചനം പുറപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം 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 ജയം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പകലിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പകൽ,
അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തതോർത്ത് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. ഉപവാസത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും ഈ 11ാമത്തെ പകൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു പ്രവേശിക്കുന്നപ്പ, ഞങ്ങളോട് വ്യക്തമായും ശക്തമായും ആധികാരികമായും ദൈവാത്മാവ് സംസാരിക്കണമേ. ഈ പകൽ പരിശുദ്ധാത്മാവ് വായിച്ച വചനത്തിലൂടെ എന്തൊക്കെ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം കേൾക്കുവാൻ വലിയ ശ്രദ്ധയോടുകൂടെ, അടിയനിതാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് തൃപ്പാദം അണയുകയാണ്. ഈ പകൽ ദൈവസഭയിലെ എല്ലാ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ഈ പകൽ പരിശുദ്ധാത്മ വ്യക്തിപരമായും ശക്തമായും അവരോട് സംസാരിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വചനം സംസാരിപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപയടിന് മേൽ ചൊരിയണമേ. ഇന്നലെ പ്രസംഗിച്ച പരിചയത്തിലല്ലപ്പ, ഇന്ന് പകലൊരു പുത്തൻ അഭിഷേകം അടിൻ്റെ മേൽ അങ്ങ് ചൊരിയണമേ. നാവിനെയും ശബ്ദത്തെയും ചിന്തകളെയും ദൈവത്തിൻ്റെ ആത്മാവും നിയന്ത്രിക്കണമേ. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ അനുവദിക്കരുത്. ദൈവഹിതമുള്ളത് മാത്രം ഇന്ന് പകൽ തുറക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചന പ്രസംഗത്തിന്, ആത്മീയ ആരാധനയ്ക്ക്, ആത്മീയ മുന്നേറ്റങ്ങൾക്ക്, ശാരീരിക സൗഖ്യങ്ങൾക്ക് എതിരായി വ്യാപരിച്ചു പൊങ്ങുന്ന ഈ ദേശത്തിലെ എല്ലാ പൈശാചിക പാരമ്പര്യാധിപത്യങ്ങളെ, എല്ലാ ഇരുട്ടിൻ്റെ സ്വാധീന മേഖലകളെ, ശത്രുവിൻ്റെ സകല മന്ത്രതന്ത്രങ്ങളെ, മാനുഷിക മുൻവിധികളെ നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന്, കർത്തൃദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആത്മ നിറവിൽ അതിനെ ശാസിച്ച് ദൂരെ അകറ്റുന്നു. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടണമേ. ജയം ഞങ്ങൾക്കും നൽകണമേ. നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സഭയായി ഞങ്ങൾ ഒന്നിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേട്ടുത്തരമരുളും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ബലത്തോടൊരു ഹല്ലേലൂയ പാടാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലും ഈ ദൈവസഭയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവജനം ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭ്യമാക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായി മഹാഭാഗ്യമായും കണക്കാക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസനും കൂടെ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്കും വന്നു ചേർക്കപ്പെട്ട എല്ലാ കർത്തൃദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവേശുവിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽ സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. നാം വായിച്ച വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും അധികം സ്തോത്രം വലിയ കഷ്ടതയിലൂടെ കടന്നുപോയ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമനുഷ്യനുണ്ട്. ദൈവമനുഷ്യൻ്റെ പേര് ഇയ്യോബ് എന്നാണ്. ഊസ് ദേശത്ത് നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകലുന്നവനായി, യഹോവ ഭക്തനായൊരു മനുഷ്യൻ. മക്കൾക്ക് വേണ്ടി ഇത്രയും കരുതലോടെ നിന്ന ഒരു മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിൽ പിന്നെ കാണാൻ കഴിയില്ല. വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിന്ന് മക്കൾ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പോലും വിചാരിച്ച് അവർക്ക് വേണ്ടി യാഗമർപ്പിച്ച, അനുഗ്രഹിക്കപ്പെട്ട മക്കളുടെ ആത്മീയ പുരോഗതിയിൽ അതീവ ശ്രദ്ധ പാലിച്ച അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഓരോന്നായി കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ഊസ് ദേശത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ തന്നെ വിലാപങ്ങളുടെ പുസ്തകം നാം പരിശോധിച്ചാൽ ഊസ് ദേശം വല്ലാതെ പാപം കൊണ്ട് നിറഞ്ഞൊരു പട്ടണമാണ്. വലിയ പാപങ്ങൾ കുടുകുത്തിവാണ ആ പട്ടണത്തിനകത്ത് വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി വില കൊടുത്തു നിന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഓരോന്നായി ദൈവത്തിൻ്റെ പ്രത്യേക അനുവാദത്തിൽ പിശാചിൻ്റെ സ്വാധീനതയിൽ ഇതാ ഇയ്യോബിന് സംഭവിക്കുകയാണ്. 7000 ആടും
3000 ഒട്ടകങ്ങളും 500 കാളയും 500 പെൺകഴുതയുമുള്ള ബഹുസമ്പന്നനായ ഒരു മനുഷ്യൻ, ദാസന്മാരുള്ള മനുഷ്യൻ. ഇങ്ങനെ വളരെ കോടീശ്വരനായ, ആ കാലത്ത് വലിയ കോടീശ്വരനായ ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ദൈവത്തിൻ്റെ അനുവാദം കൊണ്ട് പിശാചിൻ്റെ സ്വാധീനതയിൽ കഷ്ടതകൾ ഓരോന്നായി വരികയാണ്. തൻ്റെ ബിസിനസ്സുകൾ മുഴുവൻ തകർക്കപ്പെട്ടു. തൻ്റെ മക്കൾ 10 പേരും ഒരേ സമയത്ത് മരിച്ചു വീണു. പിന്നീട് തൻ്റെ ദേഹമാസകളം പരുക്കളാൽ ബാധിക്കപ്പെട്ടു. ആ പരുക്കൾ താനിങ്ങനെ ഒരു ഓട്ടുകഷണം പിടിച്ച് ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ സഹോദരി വന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് പരിചയമാണ്. ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിച്ചു കളയുക. ഈ വാക്ക് കേട്ടപ്പോൾ ഇയ്യോബ് അതിനോട് പ്രതിവചിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നീട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഓരോന്നായി പെരുകുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങളൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞു, ഇയ്യോബേ, എന്തെങ്കിലും പാപമില്ലാതെ ഇതൊന്നും സംഭവിക്കില്ല. ഇയ്യോബ് അവരെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ്. പിന്നീട് ഇയ്യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ താൻ പറയുന്ന 3 അനേക വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശക്തമായ 3 വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. അത് പ്രസംഗിക്കാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ വരുമ്പോൾ അതത്രയും പ്രയാസമുള്ള കാര്യമാണ്. താൻ പറയുന്ന വാക്കിങ്ങനെയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. വീണ്ടും ഇയ്യോബ് പറയുന്ന വാക്കിങ്ങനെയാണ്, എൻ്റെ ഈ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. വീണ്ടും ഇയ്യോബ് പറയുന്ന വാക്കിങ്ങനെയാണ്, ഞാൻ നടക്കേണ്ടുന്ന വഴി നീ അറിയുന്നു, നീ എന്നെ ശോധന കടിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ പ്രതിസന്ധിയുടെ തീച്ചൂളയ്ക്കകത്തൂടെ ആരെങ്കിലും കയറി മുൻപോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പരാജയത്തിൻ്റെ ശബ്ദങ്ങൾ പറഞ്ഞ് ആ പ്രതിസന്ധിയെ നേരിടരുത്. മറിച്ച് ആ പരാജയത്തിൻ്റെ വാക്ക് മാറ്റിക്കളഞ്ഞിട്ട് വിശ്വാസം കൊണ്ട് തന്നെ ജയിക്ക്. ഞാൻ ഈ പ്രതിസന്ധിക്കകത്ത് പൊന്നുപോലെ പുറത്തു വരും. ഞാൻ ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം എന്നെ തെളിയിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ പ്രാർത്ഥനയുടെ നടുവിൽ പ്രതിസന്ധിയുടെ ആഴക്കയത്തിലൂടെ ആരെങ്കിലും മുൻപോട്ട് പോകുന്നെങ്കിൽ അവിശ്വാസം പറഞ്ഞും സംശയം പറഞ്ഞും ആ പ്രതിസന്ധിയെ നിങ്ങൾ സമീപിക്കാതെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ആ പ്രതിസന്ധിയെ നിങ്ങൾ തീവ്രതയോടെ ശാസിച്ചകറ്റ്. ഈ പ്രതിസന്ധി എന്നെ മുക്കിക്കളയില്ല, ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ പൊന്നുപോലെ പുറത്തു വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് സന്തോഷത്തോടെ വളരെ സ്തോത്രം ദൈവാശ്രയ ബോധത്തോടുകൂടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നാം വായിച്ച സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഖനനം ചെയ്ത് തീർക്കാനാവാത്ത അക്ഷയ നിക്ഷേപങ്ങളുടെ വിളഭൂമിയാണ് സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളിൽ മാനുഷികമായ വികാര പ്രകടനങ്ങൾ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ദൈവസ്നേഹത്തിൻ്റെ ആഴമേറിയ നീരൊഴുക്കുകളും ഈ പുസ്തകത്തിലൂടെ സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ സങ്കീർത്തനങ്ങൾക്കകത്ത് അട്ടഹാസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, അരിക്ഷിത അവസ്ഥകളുണ്ട്. സ്തോത്രം. മനുഷ്യൻ്റെ തകർച്ചയിലൂടെ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന നിലവിളികളുണ്ട്. കണ്ണീരിൻ്റെ കയ്പും കഥനത്തിൻ്റെ ഉപ്പുമൊക്കെ ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞിൽക്കുകയാണ്. ഒരു വശത്ത് സ്തോത്രം അരിക്ഷിതാവസ്ഥയുടെ വല്ലാത്ത കാർമേഘങ്ങളാണെങ്കിൽ മറുവശത്ത് പ്രത്യാശ നൽകുന്ന പൊൻ കിരണങ്ങളാണ്. നിങ്ങൾ വായിച്ചാൽ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ വീണ്ടും നാം പരിശോധിച്ചാൽ സങ്കീർത്തനങ്ങളിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാൻ കഴിയുന്നത്, സങ്കീർത്തനങ്ങൾ നാം പരിശോധിച്ചാൽ ഇന്നലെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നും നാളെ
നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഈ സങ്കീർത്തനങ്ങളുടെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാൻ കഴിയുന്നത്. നാമം എന്ന് പറയുന്നത് സെഫർ തെഹീലിം എന്നാണ്. എന്ന് പറഞ്ഞാൽ പാട്ടുകൾ എന്നാണ്, പാട്ടിൻ്റെ പുസ്തകങ്ങൾ എന്നാണ്. ഓയി എന്ന് പറഞ്ഞാൽ സ്തോത്രം ഗീതങ്ങൾ എന്നാണ്. പിന്നീട് ഇംഗ്ലീഷിലേക്ക്, ആംഗലേയ ഭാഷയിലേക്ക് വന്നപ്പോൾ സാംസായ് എന്ന് പറഞ്ഞാൽ പാട്ടുകൾ, ഗീതങ്ങൾ, വാദ്യ ഘോഷ അകമ്പടിയോടുകൂടെ പാടുന്ന പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ. ഇനി സങ്കീർത്തനങ്ങളെക്കുറിച്ച് നാം വീണ്ടും പരിശോധിച്ചാൽ സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തികൾ പലരാണ്. ഏഥാൻ, ശലോമോൻ, ദാവീദ്, കോരഹപുത്രന്മാർ, ആസാഫ്, മോശ എന്നിവരൊക്കെയാണ് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. സങ്കീർത്തനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ 73 സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ചിട്ടുണ്ട്. 73 സങ്കീർത്തനങ്ങൾ. കോരഹപുത്രന്മാർ 12 സങ്കീർത്തനങ്ങളും, ആസാഫ് 12 സങ്കീർത്തനങ്ങളും, ശലോമോൻ 2 സങ്കീർത്തനങ്ങളും, മോശ 1 സങ്കീർത്തനവും, ഹേമാൻ 1 സങ്കീർത്തനവും, ഏതാൻ 1 സങ്കീർത്തനവും, അങ്ങനെ 101 സങ്കീർത്തനങ്ങൾ എഴുതിയ എഴുത്തുകാരുടെ പേരുകൾ നമുക്ക് ഇതിൻ്റെ ശീർഷകത്തിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 49 എഴുത്തുകാരെ പറ്റി ഒരു പിടിയും നമുക്ക് കിട്ടില്ല. ആ 49 എഴുത്തുകാരെ പറ്റി ബൈബിൾ പഠിതാക്കൾ പറയുന്നത് അജ്ഞാത സങ്കീർത്തനങ്ങൾ എന്നാണ്. സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടിൽ ആരെഴുതിയൊന്നും എന്ന് രേഖപ്പെടുത്തുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു, കോരഹപുത്രന്മാർ 12 സങ്കീർത്തനങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അവരുടെ ഒരു സങ്കീർത്തനമാണ് നാം വായിച്ച 46-ാമത്തെ സങ്കീർത്തനം. 46-ാമത്തെ സങ്കീർത്തനത്തിലെ വിഷയം പ്രശ്ന സങ്കീർണമായ വേളയിൽ വിശ്വാസത്തിൻ്റെ ഗീതമാണ് 46-ാം സങ്കീർത്തനം. ഞാൻ ആദ്യം തുടങ്ങി തന്നെ അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. പ്രശ്ന സങ്കീർണമായ വേളയിൽ വിശ്വാസത്തിൻ്റെ ഗീതങ്ങളാണ് 46-ാമത്തെ സങ്കീർത്തനം. നവീകരണകർത്താവായ മാർട്ടിൻ ലൂഥറിനെ വളരെ സ്വാധീനിച്ച ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. 1592 നവീകരണകർത്താവായ മാർട്ടിൻ ലൂഥർ താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നശിപ്പിക്കാൻ വേണ്ടി സഭാ നേതൃത്വങ്ങളും രാഷ്ട്രീയ ആളുകളും എഴുന്നേറ്റ് വന്നപ്പോൾ താൻ 46-ാം സങ്കീർത്തനത്തെ ആസ്പദീകരിച്ച് എഴുതിയ ദൈവം നമ്മുടെ കോട്ട എന്ന് പറയുന്നൊരു ജർമ്മൻ സംഗീതം വിശ്വപ്രസിദ്ധമാണ്. ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം. പ്രതിസന്ധികളും വെല്ലുവിളികളും തനിക്ക് നേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ തൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ടായിരുന്നു, ആ പ്രതിസന്ധിയുടെ നടുവിൽ വാ, നമുക്ക് 46-ാം സങ്കീർത്തനം വായിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രതിസന്ധികളും വെല്ലുവിളികളും തനിക്കെതിരെ ഒറ്റപ്പെടുത്തലും അപകീർത്തികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചു പറയും, വരിക, നമുക്ക് 46-ാം സങ്കീർത്തനം വായിക്കാം. അപ്പോൾ 46-ാം സങ്കീർത്തനം വളരെ പ്രാധാന്യമുള്ള സങ്കീർത്തനമാണ്. 46-ാം സങ്കീർത്തനത്തിലൂടെ ധാരാളം മെസ്സേജുകൾ, ധാരാളം ദൈവിക സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ടാകാം. പക്ഷേ 46-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ച വാക്യങ്ങളിലൂടെ ഒരു വ്യത്യസ്ത ദൂത് ഞാൻ ദൈവസഭയ്ക്ക് ഇന്ന് പകൽ തുടർന്ന് പറയുവാൻ ദൈവനാമത്തിൽ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും നന്നായിട്ട് ഈ വചനം കേൾക്കണം. 46-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ എഴുതി വരുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ താൻ പാടുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. സങ്കീർത്തനങ്ങളിലൂടെ വ്യാഖ്യാനമൊക്കെ ഈസിയാന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിലും നിങ്ങൾ ആ സങ്കീർത്തനങ്ങളുടെ ആഴങ്ങളിലേക്കൊന്ന് പ്രവേശിച്ചാൽ അത്രയുമൊന്നും ഈസിയൊന്നും അല്ല ദൈവജനം ഈ സങ്കീർത്തനമൊന്നും വ്യാഖ്യാനിക്കാൻ.
നമുക്ക് വെറുതെ ആ വാക്കുകളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോകാമെങ്കിലും അതിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ ഇറക്കേണ്ടതിന് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുകൂടെ നാം ഒരുമിച്ചായിരിക്കണം. 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയും, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം നമ്മുടെ അടുത്ത തുണയാണ്. അതിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. ദൈവം നമ്മുടെ അടുത്ത തുണയാണ്. ഇനി 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇനി നാം വായിച്ച കുറുവാക്യത്തിൽ ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. ഇനി എല്ലാവരും എന്നെ കേൾക്കണം. കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനം രേഖപ്പെടുത്തുമ്പോൾ 2-ാമത്തെ വാക്യം മുതൽ 2-3 വാക്യങ്ങൾക്കകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും. ഈ ഭൂമി മാറിപ്പോയാലും എന്ന് കോരഹപുത്രന്മാർ പറയുന്നത് തങ്ങളുടെ ജീവിത അനുഭവം കൊണ്ടായിരിക്കാം. ജീവിത അനുഭവം കൊണ്ടായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഞങ്ങൾ മാറ്റങ്ങളെ ഭയപ്പെടുകയില്ല. മാറ്റങ്ങളെ ഭയപ്പെടുകയില്ല. അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം അവർ ആ വാക്ക് പറയുന്നത്, ഭൂമി മാറിപ്പോകുക. എന്താ അങ്ങനെ പറയാൻ കാര്യം? ജീവിതത്തിൻ്റെ എന്താ സാഹചര്യവും സന്ദർഭവും ഒക്കെ? സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കോരഹും ദാഥാനും അബീരാമും ഓനും ഒരിക്കൽ മോശയുടെ അടുക്കൽ വന്ന് മോശയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മതി 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 മതി, സഭയൊക്കെ വിശുദ്ധന്മാരാണ്, പക്ഷെ നിങ്ങളെ തന്നെ നിങ്ങൾ എന്തിനാ ഉയർത്തുന്നത്? സഭ മുഴുവനും വിശുദ്ധന്മാരാണ്, പക്ഷെ നിങ്ങളെ തന്നെ നിങ്ങൾ എന്താണ് ഉയർത്തുന്നത്? ഇത് കേട്ട ഉടനെ മോശ ദൈവസന്നിധിയിൽ കവണ്ണു വീണു എന്നാണ്. മോശ ദൈവസന്നിധിയിൽ കവണ്ണു വീണിട്ട് കോരഹപുത്രന്മാർ പറഞ്ഞു, നാളെ സമാഗമന കൂടാരത്തിന് മുമ്പിലേക്ക് വരിക, ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധനെ അവിടെ നിന്നെ ഞാൻ കാണിക്കാം. ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധനെ ദൈവത്തോട് അടുപ്പിക്കുമാറാക്കും. പിന്നീട് കോരഹിനോട് മോശ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് സമാഗമന കൂടാരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുണ്ട്. സമാഗമന കൂടാരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുണ്ട്. കെഹാത്ത് എന്ന് പറഞ്ഞാൽ പെട്ടകം ചുമക്കുന്ന ശുശ്രൂഷയുള്ളവരാണ്. അപ്പോൾ ഇത്രയും ഒരു ശുശ്രൂഷ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോരഹിൻ്റെ ആഗ്രഹം പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുക. പൗരോഹിത്യം നമുക്കറിയാം. പൗരോഹിത്യം ആർക്കുള്ളതാണ്? അഹരോന്യ ഗ്രഹത്തിലുള്ള അഹരോന്യ ആ പാരമ്പര്യത്തിലുള്ളവർക്കാണ്. പക്ഷെ ഇപ്പോൾ കോരഹ് ആഗ്രഹിക്കുന്നത് പൗരോഹിത്യം കൂടി ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ച് കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന സമയത്താണ് 250 പേരെ കൂട്ടി ഇങ്ങനെ 4 കുടുംബങ്ങളെ ചേർത്ത് മോശക്കെതിരെ അഹരോനെതിരെ മത്സരിക്കാൻ വരുന്നത്. പിന്നീട് അബീരാമിനെയും ദാഥാനെയും ഒക്കെ മോശ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ വരുന്നില്ല. പിന്നീട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കമായിട്ട് പറയുന്നത്. പിന്നീട് ദൈവരെ സമാഗമന കൂടാരത്തിന് മുമ്പിലേക്ക് കൂട്ടിവരുത്തി. പിന്നീട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ദൈവം പറയുന്നു, ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് മോശയും അഹരോനുമൊക്കെ ദൈവമുഖത്തേക്ക് നോക്കി പറഞ്ഞു, നശിപ്പിക്കരുത്. ഒരു കുടുംബം പാപം ചെയ്തുകൊണ്ട് സഭയോട് മുഴുവൻ ഇത് ഒരു പ്രതിസന്ധിയായിട്ട് ഏറ്റെടുക്കരുതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കോപം മാറിയിട്ട് ആ കുടുംബങ്ങളിലേക്ക് കോപം വരികയാണ്. കുടുംബങ്ങളിലേക്ക് കോപം വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, മോശ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരും നശിക്കുന്നത് പോലെ ഈ കുടുംബം നശിക്കരുത്. എല്ലാവർക്കും വന്ന അനർത്ഥം പോലെ ഈ കുടുംബത്തിന് അനർത്ഥം ഉണ്ടാകരുത്. ഒരു അപൂർവ കാര്യം സംഭവിക്കണമെന്ന് പറഞ്ഞ് മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭൂമി വായ പിളർന്ന് കോരഹിനെയും
നാദാനെയും അബീരാമിനെയും ഓനിനെയും പിന്നീട് 250 തൻ്റെ കൂടെ സഹകരിച്ച ആളുകളെയും തീ അയച്ച് ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോരഹപുത്രന്മാർ എഴുതുന്നത് ഭൂമി മാറിപ്പോയാലും. ഭൂമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റങ്ങളെ ഭയപ്പെടുകയില്ല. നിൽക്കുന്ന ഈ ഭൂമി മാറിപ്പോയാലും. അടുത്ത വാക്യത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. പർവ്വതങ്ങൾ സ്ഥായിയായി നിൽക്കുന്നതാണ്. എല്ലാവരും കേൾക്കണം, പർവ്വതങ്ങൾ സ്ഥായിയായി നിൽക്കുന്നതാണ്. പലപ്പോഴും പർവ്വതങ്ങൾ നമുക്ക് സഹായമായി വരാം, സംരക്ഷണയായി വരാം. നാം വായിക്കാറില്ലേ 121 സങ്കീർത്തനത്തിൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ സഹായമായി വരാം. പിന്നീട് പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ തന്റെ ദാസന്മാരെ ചുറ്റിയിരിക്കുന്നു എന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ പർവ്വതങ്ങൾ സഹായകരമായി മാത്രമല്ല സംരക്ഷണയുമായി വരാം. പക്ഷേ സ്ഥായിയായി നിൽക്കുന്ന, നിലനിൽക്കുന്നു എന്ന് കരുതിയ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴാം. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പർവ്വതങ്ങൾ സ്ഥായിയായി നിൽക്കുന്നതാണ്, സഹായമായും സംരക്ഷണയുമായി നിൽക്കുന്നതാണ്. പക്ഷേ അതും കുലുങ്ങി സമുദ്രമധ്യേ വീഴാം. അടുത്തത്, അതിലെ വെള്ളം ഇരച്ചു കലങ്ങാം. ഈ വെള്ളമൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് പ്രക്ഷുബ്ധമായ ചുറ്റുപാടിനെ പറ്റിയാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. വെള്ളം വംശങ്ങളും പുരുഷാരവും ജാതികളും ഭാഷകളും അത്രയാണ്. അപ്പോൾ വെള്ളത്തെ വ്യാഖ്യാനിക്കുന്നത് വെള്ളം വംശങ്ങളാണ്, പ്രക്ഷുബ്ധമായ ചുറ്റുപാടാണ്. വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൽ പറയും, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധമായ ചുറ്റുപാട് അവർക്ക് മുമ്പിൽ ബാധിക്കപ്പെടുകയാണ്. ഇനി അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇനി ആ ദൂതിലേക്ക് നാം കയറാൻ പോവാ. ഒന്ന്, നിൽക്കുന്ന ഇടം മാറിപ്പോകാം. ഇനി സ്ഥായിയായി നിൽക്കുന്നത് കുലുങ്ങാം. പ്രക്ഷുബ്ധമായ ചുറ്റുപാടുകൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരാം. വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങാം. പക്ഷേ കോരഹപുത്രന്മാർ പറയുന്നു, ഇതൊക്കെ വെളിപ്പെട്ടാലും, ഇതൊക്കെ വന്നാലും, ഇതൊക്കെ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലും, ഏതൊക്കെ പ്രക്ഷുബ്ധമായ ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് ചുറ്റും പൊങ്ങി വന്നാലും ഞങ്ങൾ ഭയപ്പെടില്ല. എന്താ ഞങ്ങൾ ഭയപ്പെടില്ല എന്ന് പറയാൻ കാര്യം? ഞങ്ങൾ ഭയപ്പെടാത്തതിന്റെ കാര്യം എന്താ? ഞങ്ങൾ സ്തോത്രം ഭയപ്പെട്ട് തകരാത്തതിന്റെ കാര്യം എന്താ? ഞങ്ങൾ ഭയപ്പെട്ട് തകരാത്തതിന്റെ കാര്യം ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നല്ല, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നല്ല, ഞങ്ങളുടെ ബാങ്കിലുള്ള അക്കൗണ്ടിന്റെ പൈസ ക്യാഷിന്റെ വർധനവല്ല. ഞങ്ങൾ ഭയപ്പെടാത്തതിന്റെ കാര്യം അടുത്തത് കോരഹപുത്രന്മാർ എടുത്തെഴുതുന്നു, ഞങ്ങൾക്കൊരു നദിയുണ്ട്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ പറ. 2025 ഡിസംബർ മാസം 2-ാമത്തെ തീയതി ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി പ്രാരംഭത്തിൽ ഇടപെടുന്ന ദൂതെന്താണെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ നാം കാണുന്ന, നാം പ്രതീക്ഷിക്കുന്ന, നാം സ്ഥായിയായി നിൽക്കുന്നു എന്ന് കരുതിയ എല്ലാ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും നമുക്കെതിരെ തിരിഞ്ഞാലും, സ്ഥായിയായി നിൽക്കുന്നത് മറിഞ്ഞു വീണാലും, നാം നിൽക്കുന്ന ഭൂമി മാറിപ്പോയാലും ഞങ്ങൾ ഭയപ്പെടില്ല. ഞങ്ങൾ ഭയപ്പെടില്ല. കാരണം ഞങ്ങൾക്കൊരു നദിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ
ഞാൻ ചിലരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൂത് പറയുന്നു. നീ നിൽക്കുന്ന സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായി പൊങ്ങി വന്നേക്കാം. നീ ഇപ്പോൾ അനുകൂലമെന്ന് കരുതിയ പലരും നിനക്ക് പ്രതികൂലമായി തീർന്നേക്കാം. നിന്നെ സഹായിക്കുമെന്ന് പറയുന്ന സ്ഥായിയായി നിൽക്കുന്ന പലരും നിനക്ക് തടസ്സമായോ നിനക്കെതിരായോ മാറിയിരിക്കാം. പക്ഷേ നീ തകർന്നു പോകില്ല. കാരണം എന്താണെന്നറിയാമോ? നീ തകർന്നു പോകാത്തതിന്റെ കാര്യം നിനക്കൊരു നദിയുണ്ടെന്നാണ്. നിനക്കൊരു നദിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ശുശ്രൂഷകന്മാരെ, അഭിഷക്തന്മാരെ, ദൈവാത്മാവ് ഇന്നു പകൽ പ്രവചിക്കുകയാണ്. നീ നിൽക്കുന്ന ചില കംഫർട്ട് സോണുകൾ പൊളിഞ്ഞാലും നിനക്കൊരു നദിയുണ്ടെന്നുള്ള തിരിച്ചറിവ് അകത്ത് ശക്തിയോടെ ഞാൻ ഈ വചനം പറയുമ്പോൾ വെറുതെ ഇളക്കുകയല്ല, കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. നിനക്ക് സ്ഥായിയായി നിൽക്കുന്ന എന്നും അവർ സഹായിക്കും. എന്നും അവർ കാര്യം നോക്കിക്കൊള്ളും. എനിക്ക് സ്ഥായിയായി നിൽക്കുന്നൊരു സഹായ അതൊരിക്കലും മാറത്തില്ല എന്ന് നാം വിചാരിച്ചത് ഒക്കെ മാറിപ്പോകും. കേൾക്കുന്നുണ്ടോ? നമ്മെ എന്നും അവർ സഹായിക്കും, എന്നും അവരെ നോക്കിക്കൊള്ളും. എല്ലാ ദിവസവും അവരുടെ സഹായം എനിക്ക് ഉണ്ടാകും എന്ന് കരുതിയ സഹായങ്ങളൊക്കെ പൊളിയും. കേൾക്കുന്നുണ്ടോ? 11-ാം ദിവസം ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. അവരുടെ സഹായം പൊളിഞ്ഞാലും ഭയപ്പെടരുത്. നിന്നെ സഹായിക്കുന്നൊരു നദിയുണ്ട്. നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് പറ. ഈ 11-ാമത്തെ പകൽ കർത്തൃദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരൊക്കെ നിന്റെ മുമ്പിൽ കൈ മലർത്തിയാലും, ആരൊക്കെ നിനക്ക് വിരോധമായി തീർന്നാലും നീ ഭയപ്പെടരുത്. നിനക്കൊരു നദിയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ ദൈവസഭയോട് ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ഈ ദൂത് പ്രകാശനം ചെയ്യുമ്പോൾ കർത്താവിനോട് പറഞ്ഞ 3 സന്ദേശമുണ്ട്. ആ 3 സന്ദേശം ഞാൻ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവഭക്തൻ ഉണ്ടാകേണ്ട 3 ഉറപ്പുകളാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവഭക്തൻ ഉണ്ടാകേണ്ട 3 ഉറപ്പുകൾ. 1, എനിക്കൊരു ദൈവമുണ്ട്. 2, എനിക്കൊരു നദിയുണ്ട്. 3, എനിക്കൊരു ദുർഗമുണ്ട്. അത് ഞാൻ 3ഉം വേഗത്തിൽ പറയും. 1, എനിക്കൊരു നദിയുണ്ട്. 2, എനിക്കൊരു ദൈവമുണ്ട്. 3, എനിക്കൊരു ദുർഗമുണ്ട്. എത്ര പേർക്ക് വായ തുറന്ന് പറയാൻ പറ്റും? അത് എനിക്കൊരു നദിയുണ്ട്. 11-ാമത്തെ പകൽ വാ തുറന്ന് പറയണം. എനിക്കൊരു നദിയുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദുർഗമുണ്ട്. ഞാൻ വിശുദ്ധീകരിക്കാൻ പോവാ. എല്ലാവരും കേട്ടോണം. കോരകപുത്രൻ പറയുന്നു, എനിക്കൊരു നദിയുണ്ട്. ഒരു നദിയുണ്ട്. ഒരു നദിയുണ്ട്. നദി എന്ന് പറയുന്നത് പോഷണത്തിൻ്റെയും ഉത്ഭവത്തിൻ്റെയും ചിഹ്നമാണ്. പോഷണത്തിൻ്റെയും ഉത്ഭവത്തിൻ്റെയും ചിഹ്നമാണ്. ശത്രു ദൈവമക്കൾക്കെതിരെ അവൻ്റെ പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് ശക്തമായ ഉപരോധങ്ങൾ സൃഷ്ടിച്ച് ഉറവകളെല്ലാം അടച്ചു കളയുമ്പോൾ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നദിയുണ്ട്. അത് കെരീത്ത് പോലെ വറ്റുന്ന നദിയല്ല, യോർദാൻ പോലെ കലങ്ങുന്ന നദിയല്ല. ആ നദി സ്വച്ഛമാണ്. ആ നദി നിർമ്മലമാണ്. ആ നദിയുടെ ശക്തി ഇന്ന് പകൽ ഇവിടെ ചലിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ വേദപുസ്തകത്തിനകത്ത് നദി വ്യാഖ്യാനിക്കപ്പെടുന്നത്
ഉറവ് എന്നൊക്കെ പറയാം. വ്യാഖ്യാനിക്കപ്പെടുന്നത് പിതാവാം ദൈവത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് നദിയായിട്ട്. 2, പുത്രനായ കർത്താവിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായി നദി വ്യാഖ്യാനിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അല്ലേ? നദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്ന് വിളിച്ചു പറഞ്ഞ വാക്ക്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ പരിശുദ്ധാത്മാവിനെയാണ് നാം ആദ്യം അതിനകത്തേക്ക് ആ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മേലൊരു നദിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിശുദ്ധാത്മാവുണ്ടെന്ന് അർത്ഥം. നമുക്കൊരു പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് സ്വന്തമെന്ന് പറയാൻ, നമുക്ക് ഇന്ന് പകൽ വളരെ അഭിമാനത്തോടെ പറയാൻ നമുക്കൊരു നദിയുണ്ട്. ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ നിങ്ങൾ ആരംഭം തൊട്ട് അവസാനം വരെ പഠിച്ചാൽ ഈ നദിയെക്കുറിച്ച് ഭയങ്കര വിശദമായ വിവരണങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് ഒരു നദി പുറപ്പെട്ടുന്ന, അല്ലേ? ഏദൻ തോട്ടത്തിനകത്ത് നിന്ന് ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി പിരിഞ്ഞു എന്നാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ നദി വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ തുടർന്ന് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ നദിയുടെ ആരംഭമാണ്. ഏദൻ തോട്ടത്തെ നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു, 4 ശാഖകളായി പിരിയുകയാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കർത്തൃദാസന്മാർ എന്നെക്കാൾ ശക്തമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടിട്ട് ആ നദിയുടെ അടുത്ത വിശദീകരണത്തിലേക്ക് വരാൻ പോകുകയാണ്. ഇനി എല്ലാവരും കേൾക്കണമെന്നേ. ഈ നദിയെക്കുറിച്ച് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കൊരു നദിയുണ്ടെന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അപ്പം എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ഈ നദിയെക്കുറിച്ച് ഭയങ്കര ശ്രേഷ്ഠമായ വിവരണം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ആ വിവരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിവേഗത്തിൽ ക്ഷണിക്കുകയാണ്. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം. 47-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ഇനി എല്ലാവരും കേൾക്കണമെന്ന് കേട്ടോ. ഇവിടെ നദിയെക്കുറിച്ച് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുക. ഈ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാ? ഈ വെള്ളത്തിന്റെ നദിയുടെ ഉത്ഭവം ഈ അധ്യായത്തിനകത്ത് അവിടെ എഴുതിയിരിക്കുന്ന ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്നു. ആലയത്തിന്റെ ഇതിന്റെ ഉത്ഭവം ഇടുന്ന ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന്. ഇനി ആ വാക്യത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് ലഭിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. വെളിപ്പാട് പുസ്തകം 22:1 വാക്യത്തിൽ വായിക്കുന്നത്, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയായും അവൻ എന്നെ കാണിച്ചു. ഇനി കേട്ടെ, അപ്പൊ ഈ നദിയുടെ ഈ 47-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ഈ നദിയുടെ ഉത്ഭവം എവിടുന്ന? ആലയത്തിൽ നിന്നാണ്. എവിടുന്ന? ആലയത്തിൽ ഉമ്മരപ്പടിയുടെ കീഴെ നിന്നാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നു, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. അപ്പോൾ ഈ നദിയുടെ ഉത്ഭവം എവിടുന്ന? ഉയരത്തിൽ നിന്നാണ്, അല്ലേ? ആണോ? ആലയം മലയുടെ മുകളിലാണ്. അപ്പോൾ തന്നെ ഇവിടെ എഗസ്കേൽ പറയുന്നു, ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. യേശു പറഞ്ഞു, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം. അപ്പൊ ഇതിന്റെ ഉത്ഭവം ഉയരത്തിൽ നിന്നാണ്. 2, ഇതിന്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്നറിയോ? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് ഒഴുകി യാഗപീഠം വഴിയായി. അങ്ങനെ ഒരു വാക്യമുണ്ട്,
ആലയത്തിന്റെ മുഖം കിഴക്കോട്ടില്ല. ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. യാഗപീഠത്തിന്റെ തെക്കുവശമായി ഇതിന്റെ ഒഴുക്ക് ശ്രദ്ധിക്കണം. ഉയരത്തിൽ നിന്ന് യാഗപീഠത്തിന്റെ അരികിലൂടെ ഇതൊഴുകുക. ഇനി കേട്ടോ, ഇതിന്റെ ഉത്ഭവം ഇങ്ങനെയാണെങ്കിൽ, ഇതിന്റെ ഒഴുക്ക് ഇങ്ങനെയാണെങ്കിൽ, ഒരു ചരടുമായി ദൂതൻ അളക്കാൻ തുടങ്ങുക. വെള്ളം അളക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇറങ്ങിയപ്പോൾ നരി ആണിയോളം, അടുത്തത് മുട്ടോളം, പിന്നീട് അരയോളം, പിന്നീട് നീന്തിട്ടല്ലാതെ കടപ്പൻ വഹിയാത്ത ഒരു നദി. ഇനി കേട്ടോ, ഇത് കൈത്തോട് കൊണ്ട് നിറയുന്നൊരു നദിയല്ല, മറ്റ് തോടുകൾ കൊണ്ട് നിറയുന്നൊരു നദിയല്ല. ഈ നദിയുടെ നിറവ് ദൈവത്തിന്റെ കരം കൊണ്ടാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വർദ്ധനവ്, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവിന്റെ വ്യത്യസ്തത, അത് ദൈവത്താലാണ് അത് മാറ്റപ്പെടുന്നത്, ദൈവത്താലാണ് അത് വർദ്ധിച്ചു വരുന്നത്. അത് മറ്റ് ആരുടെയും സഹായം കൊണ്ടല്ല, അത് ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അത് വർദ്ധിച്ചു വരുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഇനി എനിക്ക് അതിനകത്ത് ദൂത് പറയാനുണ്ട്. ഇനി എല്ലാവരും കേട്ട ആ ദൂതിനെ സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കണം. ഈ നദി ഒഴുകി വന്ന് പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്നറിയോ? ഒഴുകി അത് ചെല്ലുന്ന ഇടം എങ്ങോട്ടാണെന്നറിയോ? അരാബ എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക്. അരാബ, നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ കിഴക്കേ ഗലീലയിലൂടെ കടന്ന് അരാബ എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക് ഈ നദിയുടെ വെള്ളം ചെല്ലുകയാണ്. ഇനി കേട്ടോണം, അരാബ എന്ന് പറയുന്ന മരുഭൂമി അത് മണ്ണ് നിറഞ്ഞ ഒരു മരുഭൂമിയല്ല, മറിച്ച് ചേറ്റുകണ്ടങ്ങൾ നിറഞ്ഞൊരു മരുഭൂമിയാണ്. ചേറ്റുകണ്ടങ്ങൾ, ഉപ്പ് ഒക്കെ നിറഞ്ഞ ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒന്നും അവിടെ വളരത്തില്ല. എന്ത് കുഴിച്ചിട്ടാലും അത് വളരത്തില്ല. കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു മരുഭൂമിയാണ് അരാബ. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്ദ്യമായൊരു സ്ഥലമാണ്. എല്ലാവരും പറഞ്ഞു ഇനി അതിൽ നിന്നൊരു നന്മ ഉളവാകില്ല, അതിനകത്തുനിന്നൊരു നന്മ എഴുന്നേറ്റ് വരാൻ യാതൊരു സാധ്യതയുമില്ല എന്ന ഇടത്തേക്ക് ഈ നദി ഒഴുകി ചെല്ലുമ്പോൾ ഏത് ദിവസം എന്താ പറയുന്നറിയോ? അക്കരയും ഇക്കരയും വൃക്ഷങ്ങളെയും വളർത്തി. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയണം. ഞാൻ ഇതിനകത്ത് ഈ ദൂതിനോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ആ ദൂതിനോട് ചേർന്ന് വന്നിട്ട് ദൈവസഭയോട് പറയുന്ന ആ സന്ദേശം നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽ ഒന്നും വളരത്തില്ലെന്നും ഒന്നും അതിനകത്ത് കായ്ക്കത്തില്ലെന്നും അതിനകത്തൊരു പുഷ്ടിയും ഉണ്ടാകത്തില്ലെന്നും അവൾ ഒരു നിന്ദ്യമായ ഇടമാണെന്നും പറഞ്ഞ് തള്ളിയ ഇടത്തേക്ക് ഈ നദി പ്രവഹിച്ചാലുണ്ടല്ലോ, ഈ നദി ഒന്ന് ചലിച്ചാലുണ്ടല്ലോ, മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഞാൻ സഭയോട് 11ാമത്തെ പകൽ ദൂത് പറയുക. ഈ നദി ഇന്ന് പകൽ ചില മേഖലയ്ക്കകത്ത് കയറാൻ പോവാ. ഈ നദി ഇന്ന് പകൽ ചില മേഖലയ്ക്കകത്ത് ഒഴുകി തുടങ്ങാൻ പോകുകയാണ്. ഇതിനകത്തൊന്നും ഒരു നന്മയും ഉണ്ടാകില്ല. ഇത് നിന്ദ്യമായ സ്ഥലമാണ്. ഇതിനകത്തൊന്നും മുളയ്ക്കത്തില്ല. ഇതിനകത്തൊരു കായ്ഫലവും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് എല്ലാ നന്മയും മുരടിച്ചു പോകും എന്ന് പറഞ്ഞ് അരാബ എന്ന് പറയുന്ന മരുഭൂമിക്കകത്ത് ഈ നദി ഇറങ്ങി ചെന്നപ്പോ അക്കരയും ഇക്കരയും വൃക്ഷങ്ങൾ വളർന്നു വന്നെങ്കിൽ ഈ നദി ഇന്ന് പകൽ നമ്മുടെ മേൽ ചലിച്ചാൽ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ കുടുംബജീവിതത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മുന്നേറ്റങ്ങൾക്കകത്ത് ഈ നദി ചലിച്ചാൽ
എന്നോട് വളരെ വ്യക്തമായി ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഈ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ട്രിവാൻഡ്രം നിന്ദ്യമെന്ന് തള്ളിയത്, കുടുംബക്കാരും നിന്ദ്യമെന്ന് തള്ളിയത്, ഇനി നിന്റെ അകത്തു നിന്നൊരു മുളയും ഉണ്ടാകില്ല, നിന്റെ അകത്തൊരു മറുപടിയും ഉണ്ടാകില്ല എന്ന് തള്ളിയ ചില ഇടത്തേക്ക് ആ നദി ഒഴുകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കർത്താവ് എനിക്ക് തന്ന ദൂത് അത് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ നിന്ദ്യമായത് ഇനി പ്രയോജനപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, ഇനി ഉപയോഗിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ ഇടത്തേക്ക് ആ നദി ഒഴുകിയാൽ മുമ്പിലിരിക്കുന്ന യൗവനക്കാർ ഈ സന്ദേശത്തിന് ആമേൻ പറയണം. 2025 ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. അരാബ എന്ന് പറഞ്ഞ് നമ്മെ തള്ളി ഇനി ഒരിക്കലും അവനൊന്നൊരു മുള പൊട്ടാൻ സാധ്യതയില്ല. അടുത്തൊരു ജനറേഷൻ പുറത്തു വരാൻ സാധ്യതയില്ല. അവൻ ഇനി വളരുന്നത് ഞങ്ങളൊന്ന് കാണണം. ഇനി അവൻ ഞങ്ങളൊന്ന് കാണും. ഇല്ല, ഞങ്ങൾ കാണില്ല. അവന്റെ വളർച്ച മുരടിച്ചു. അവൻ വളർന്നു വരില്ല. ആ നിലം അവനെ വളർത്തുന്ന നിലമല്ല എന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടതും അപഹാസ്യപ്പെട്ടതുമായ ഇടത്തിനകത്ത് ഇന്ന് പകൽ ഈ നദി ഒഴുകാൻ പോകുകയാണ്. ഈ നദി ഇന്ന് പകൽ ഒഴുകിയാൽ അഭിഷേകം ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, ദൈവമഹത്വം ചലിക്കട്ടെ. നിങ്ങളൊരു ആത്മ പകർച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ദൈവാത്മാവോട് പറയുന്നു, ആ നദി ഇന്ന് പകൽ PMG ദൈവസഭയ്ക്കകത്തു മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ആ നദി ഇന്ന് പകൽ ഒഴുകി തുടങ്ങുന്നു. വിശ്വസിക്കുന്നവരെ PMG ദൈവസഭയ്ക്കകത്ത് കർത്താവിനോട് പറയുന്നു, ഈ നദി ഒഴുകാൻ പോകുകയാണ്. ഈ നദി ഒഴുകാൻ പോവുക. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വളർച്ച നിന്നു, വളർച്ച മുരടിച്ചു. ഇനി വളരത്തില്ലെന്ന്, ഇനി ഫലമുണ്ടാകത്തില്ലെന്ന് ആരൊക്കെ വിധി പറഞ്ഞോ അവരുടെ നടുവിൽ ഒരു വളർച്ച വെളിപ്പെടുത്തുന്ന ആത്മനദി. നീ അടുത്ത ദൂത് കേട്ടോ. ഈ നദി അരാബയിലേക്ക് ഒഴുകി തരിശായി കിടക്കുന്ന നിലം, ആ നിലത്തിലേക്ക് ഒഴുകി. ഇനി അടുത്തത് അരാബയിലേക്ക് ഒഴുകിയിട്ട് അത് കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പത്യമായി തീരും. അരാബയിൽ നിന്ന് ഈ നദി ഒഴുകി ആ ചെട്ടുകണ്ടങ്ങൾ നിറഞ്ഞ ആ ഭൂമിക്കകത്ത് ആ നദി ഒഴുകുമ്പോൾ അക്കരയും ഇക്കരയും പറ വൃക്ഷങ്ങൾ. ഇനി ഈ നദി എന്ന് പതിക്കുന്ന സ്ഥലം ഏതാ? ചാവുകടൽ. കേൾക്കുന്നുണ്ടോ? ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി പോലും അതിന്റെ മീതെ പറക്കില്ല. ഒന്നും അതിനകത്ത് വളരത്തില്ലെന്ന് മാത്രമല്ല, ഒന്നും ജീവിക്കത്തില്ല. കേൾക്കുന്നുണ്ടോ? ഒന്നും ജീവിക്കത്തില്ല അതിനകത്ത്, ഒന്നും ജീവിക്കത്തില്ല, ഒന്നും അതിന്റെ മീതെ പറക്കില്ല. ജലസാന്ദ്രത കൂടിയ വെള്ളമാണ്. എന്നിട്ട്
പ്രവാചകൻ പറയുക, എൻ മുതൽ എൻ ഗതി വരെ എന്ന് പറഞ്ഞാൽ ചാവുകടലിന്റെ ഒരറ്റം എൻ ഗതിയാണ്, മറ്റേ അറ്റം എൻ എഗ്ലിമാണ്. ഈ ചാവുകടലിനകത്തേക്ക് ഈ നദി ഇറങ്ങി വരുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നറിയോ? ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും എന്ന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, സ്തോത്രം, അതിന്റെ 10-ാം വാക്യം, അതിന്റെ കരയിൽ എൻഗതി മുതൽ വരെ മീൻപിടുത്തക്കാർ വന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ. മനസ്സിലാകുന്നെങ്കിൽ രാമയും പറഞ്ഞ്, മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നു, ഒന്നും ജീവിക്കത്തില്ല, ഒന്നും ഇവിടെ ഒരു അടുത്തൊരു ജീവൻ വെളിപ്പെട്ടു വരില്ല. ജീവനെ എടുത്തു കളയും, ജീവനെ നഷ്ടപ്പെടുത്തി കളയും എന്ന് പറഞ്ഞു വാദിക്കുന്ന ചാവുകടലിനകത്തേക്ക് ഈ നദി ഇറങ്ങിച്ചെന്നപ്പോ അവിടെ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ജനിച്ചെന്ന് ഇല്ല. മനസ്സിലാകുന്നെങ്കിൽ രാമയും പറ. മീൻ പിടുക്കക്കാർ അവിടെ വന്നെന്ന്. കാരണം എന്താ? അവിടെ ഇപ്പോൾ വളരില്ലെന്ന് പറഞ്ഞ, ഒന്നും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് ഇപ്പൊ ജീവൻ വെളിപ്പെട്ടു. ഒന്നും വളരത്തില്ലെന്നിടത്ത് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചോണം കേട്ടോ. നിങ്ങൾ ആ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ആ ദൂതനെ അങ്ങ് സ്വീകരിക്ക്, ആ ദൂതനെ അങ്ങ് സ്വീകരിക്ക്. ഒന്നും ജീവിക്കത്തില്ലെന്ന്, ഒന്നും ജീവിക്കത്തില്ലെന്ന്, ഒന്നും വളരത്തില്ലെന്ന് പറഞ്ഞ ഇടത്തേക്ക് നദി ഒഴുകിയോ. കത്തട്ടെ, കത്തട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 11-ാം ദിവസം രാത്രി, 11-ാം ദിവസം പകൽ ആത്മാവ് പറയുന്നു, ഈ നദി ചിരടമേൽ ഒഴുകുകയാണ്, ഈ നദി ചിരടമേൽ ഒഴുകുകയാണ്. അത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പൻ വഹിയാത്ത. സ്വീകരിക്കുന്ന പകൽ നിന്റെ അകത്ത് ജീവന്റെ തുടിപ്പുണ്ടാകില്ല, നിന്റെ അകത്ത് അടുത്തൊരു ജീവൻ പുറത്തു വരില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന മേഖലക്കകത്ത് ഈ നദി ഒഴുക. സ്വീകരിക്കാതൂത് ചാവുകടൽ പോലെ ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളി, ചാവുകടൽ പോലെ ജീവിതം ഒന്നും ഇല്ലാതാക്കി, ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കി, ഒരു പ്രതീക്ഷയും ഇല്ലാതാക്കി, എല്ലാ പ്രതീക്ഷകളെയും കൊടിച്ചു കളഞ്ഞ് ചാവുകൾ സമാനമായ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ഈ നദി ഇറങ്ങുമ്പോൾ അവിടെ പുത്തൻ പ്രതീക്ഷകൾ വരികയാണ്, അവിടെ പുത്തൻ മറുപടികൾ മുളയ്ക്കുകയാണ്, അവിടെ പുത്തൻ അനുഗ്രഹങ്ങൾ കൂട്ടത്തോടെ ജനിക്കുകയാണ്. കത്തട്ടെ, ദൈവമഹത്വം ഇറങ്ങട്ടെ, ദൈവമഹത്വം ഇറങ്ങട്ടെ, ദൈവമഹത്വം ഇറങ്ങട്ടെ. ആ നദി ഒഴുകട്ടെ. എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞ 2 ദൂതുകളാണ്. ഒന്ന് ജീവിക്കത്തില്ലെന്നും 2 വളരത്തില്ലെന്നും പറഞ്ഞ ഇടത്തേക്ക് ആ നദിയുടെ പ്രവാഹം ഇന്ന് പകൽ സംഭവിക്കുന്നു. ഏറ്റെടുക്കേണ്ടവർ കരമടിച്ച് നാളുകളായി ചാവുകടൽ സമാനമായി
ജീവിതത്തിന്റെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്ത് ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗതികളെ ഉടച്ച് ശുശ്രൂഷ സംബന്ധമായോ ഭാവി സംബന്ധമായോ ചാവുകടൽ പോലെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ആ ജീവന്റെ നദി ഒഴുകുകയാണ്. വിശ്വസിക്കുന്നവർ ഈ 11-ാമത്തെ പകൽ 2 മേഖലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഒന്നൊന്നും വളരത്തിൽ എന്ന് പറയുന്ന ഇടത്ത് ചില വളർച്ചകൾ രൂപപ്പെടാൻ പോകുകയാണ്. 2 ജീവിക്കത്തിൽ എന്ന് പറഞ്ഞ ഇടത്ത് ജീവൻ. Shabara Ragadala Gadaga Jaladara Gadaga Baragada Raga Shabaram Taraga Chudiya Ragada Ragada Abhishekathodu പ്രതികരിച്ച് Shubar dala dala daya vara ശിബറഗദല 2 മേഖലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചർച്ചിനകത്ത് ഇറങ്ങും. പാസ്റ്റർ, എനിക്ക് കർത്താവിനോട് ഒരു വലിയ ദൂത് സംസാരിക്കുന്ന ഇങ്ങനെയാണ്. 2 മേഖലയിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ചർച്ചിനകത്ത് ഇറങ്ങും. ഒന്ന് വളരത്തിൽ എന്ന് പറയുന്ന ഇടത്ത് ആ നദി ഒഴുകാൻ പോവാ. ഞാൻ ചെയ്തു തരത്തിൽ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില മേഖലകളെ ദൈവം പകൽ പൊളിച്ചിട്ട് പറയുന്നു, ഞാൻ വളർത്താൻ പോകുകയാണ്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയതെന്ന് വചനം പറയുന്നത് പോലെ ദൈവസഭയുടെ നടുവിൽ ഒരു വളർച്ചയെ കൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഈ ദൂത് വിശ്വസിച്ചേ പറ്റൂ. കർത്താവിനോട് പറയുന്നു, ഈ നദി ഇന്ന് പകൽ ചില മേഖലയിൽ ദൈവത്തിന്റെ വളർച്ചയെ കൽപ്പിക്കാൻ പോകുകയാണ്. 2 ജീവനില്ലെന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ മേൽ ഈ നദി ഇന്ന് ചില വാഗ്ദത്തങ്ങൾ ജീവജല നദിയുടെ ഇടപെടൽ ഇന്ന് പകൽ ജീവൻ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ ചേർന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ 11-ാമത്തെ ദിവസം ആ ജീവജല നദി ഇതിനകത്തൊഴുകുന്നു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ
താഴ്വര. ആ താഴ്വരയിലൂടെ എഗസ്കേലിനെ ദൈവം ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ചുറ്റി ചുറ്റി നടന്നു വന്ന എഗസ്കേലിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പെട്ടെന്ന് മനുഷ്യപുത്രന്റെ മറുപടി, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പറഞ്ഞ എഗസ്കേലിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറയുന്ന സന്ദേശം ഇങ്ങനെയാ, മനുഷ്യപുത്ര, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിച്ചു പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിയും. ഞാൻ നിങ്ങളുടെ മേൽ ജീവൻ വരുത്തേണ്ടതിന് എൻ്റെ ആത്മാവിനെ പകരും എന്ന പ്രവചനം ഇങ്ങനെ ഇതാ യഹസ്കേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. കാലിൻ്റെ അസ്ഥിക്കാലിൻ്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത്, കൈയുടെ അസ്ഥി കൈയുടെ ഭാഗത്ത്, എല്ലാ തരത്തിലും ഓർഡറായിട്ട് അസ്ഥിയോട് ചേർന്ന് വന്നു. അതിനുമേൽ ഞരമ്പ് വന്നു, മാംസം വന്നു, തൊക്കുകൊണ്ട് പൊതിഞ്ഞു. പക്ഷേ അതിനകത്ത് ജീവനില്ല. പെട്ടെന്ന് എഗസ്കേലോട് ദൈവം പറയുന്ന വാക്ക്, എഗസ്കേലേ, നീ കാറ്റിനോട് പ്രവചിക്ക്, ഈ നിഹിതന്മാരുടെ മേൽ വന്ന് ഊതാൻ. പെട്ടെന്ന് കാറ്റിനോട് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ ഊതുന്നു. വേദപുസ്തകം പറയുന്നു, അവർ എഴുന്നേറ്റൊരു സൈന്യമായി നിവർന്നു നിന്നു എന്നാണ്. ഇനി നിങ്ങൾ ആ അധ്യായത്തിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ജനത്തെ ദൈവം കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം? വാക്തത്വം മരിച്ച് അസ്ഥിയോട് വേർപെട്ട് ഞരമ്പില്ലാതെ മാംസമില്ലാതെ ഇനി ഒരിക്കലും ഉയർക്കത്തില്ല, ഇനി ഒരിക്കലും ഒരു മാന്യതയുണ്ടാകില്ല, ഇനി ഒരിക്കലും ഒരു കൂടിച്ചേരൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് താഴ്വരയിൽ ചിതറിച്ചിട്ടിരിക്കുന്ന അസ്ഥികൂടങ്ങളുടെ മേൽ വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി വ്യാപരിച്ചപ്പോൾ അത് എഴുന്നേറ്റൊരു സൈന്യമായി നിന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ പകൽ നമ്മോട് ഇടപെടുന്ന ദൂതെന്തെന്നറിയാമോ? ഇനി അതിനകത്തൊരു ജീവൻ ഉണ്ടാകില്ല. അതന്നും ഇന്നും എങ്ങനെ തന്നെ കിടക്കും. എൻ്റെ വീടിനകത്ത് അങ്ങനെ തന്നെ കിടക്കും. അതിനകത്തൊരു ജീവൻ ഉണ്ടാകില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും അതിനകത്തൊരു ജീവൻ വെളിപ്പെട്ടു വരത്തില്ലെന്ന് നാം ചിന്തിച്ച ചില വിഷയങ്ങൾ ഈ പകൽ ജീവൻ ജല നദി അതിനെ ഒഴുകി തുടങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ നദി, ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ നദി, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ നദി ഇന്നു പകൽ തന്റെ ജനത്തിന്റെ മേൽ ആഴമായി ഒഴുകുകയാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തുള്ള ബന്ധത്തിൽ തങ്ങൾ പറയുന്നു, ഇത്രയെത്ര പ്രതിസന്ധികൾ വന്നാലും ഇത്രയെത്ര വെല്ലുവിളികൾ വന്നാലും ഞങ്ങൾ സന്തോഷിക്കുന്ന കാര്യമെന്നറിയുമോ? ഞങ്ങൾക്കൊരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഒന്നാമത്തെ തൻ്റെ പ്രഖ്യാപനം, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി നടുവിൽ ഒന്നാമത്തെ തൻ്റെ പ്രഖ്യാപനം, എനിക്കൊരു നദിയുണ്ട്. രണ്ടാമത്തെ പ്രഖ്യാപനം 5-ാമത്തെ വാക്യം, ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. രണ്ടാമത്തെ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? ഈ പ്രതിസന്ധിയുടെ വല്ലാത്ത സാഹചര്യത്തിനകത്ത് ഞാൻ ധൈര്യമായിട്ട് പറയാം, എനിക്കൊരു ദൈവമുണ്ട്. കര ഉയർത്തി ഒന്ന് പറ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ വായ തുറന്നു പറ. ആ പ്രതിസന്ധിയെ വലുതാക്കി ചിത്രീകരിക്കുകയല്ല, ആ പ്രതിസന്ധിയെ കൂടെ ഇങ്ങനെ വലിപ്പത്തിൽ കാണിക്കുകയല്ല. ഇന്ന് പകൽ പറ, പ്രതിസന്ധി എത്ര പൊങ്ങി വന്നാലും അതിനേക്കാൾ ഭയങ്കരനായൊരു ദൈവം, അതിനേക്കാൾ ബലമുള്ളൊരു ദൈവം, അതിനേക്കാൾ വലിയവനായൊരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. ഞാൻ ചില കാര്യങ്ങൾ അതിനെ ആസ്പദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കോരഹപുത്രന്മാർ പറയുന്നു, എനിക്കൊരു ദൈവമുണ്ട്. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും നിങ്ങൾ വേദപുസ്തകത്തിൽ പരിശോധിച്ച വെല്ലുവിളികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ വല്ലാത്ത സാഹചര്യത്തിനകത്ത് ദൈവദാസന്മാർ കൂടെ പറയുന്ന ഒരു വാക്കാണ് എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, എങ്കിലും നാം ഒന്ന് ചിന്തിച്ച് ഒന്ന് ദൈവവചനത്തിലേക്ക് ഒന്ന് അതിയായി ശ്രദ്ധ പതിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തിലെ ഇസ്രായേലിലെ 2-ാമത്തെ രാജാവിൻ്റെ പേരാണ് ദാവീദ്.
ദാവീദിനെ പുറത്തു കൊണ്ടുവരുന്ന വിധം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ദാവീദിനെ പുറത്തു കൊണ്ടുവരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇശായിയുടെ കൂടാരത്തിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, 17-ാം അധ്യായത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണ്. 17-ാം അധ്യായത്തിൽ യുദ്ധം സംഭവിക്കുന്നത് ഏലാ താഴ്വരയിൽ വെച്ചാണ്. ഏലാ താഴ്വരയിൽ വെച്ച് യുദ്ധം നടക്കുന്നത് ഫിലിസ്ത്യനും ഇസ്രായേലും തമ്മിലാണ്. 40 ദിവസമായി ഫിലിസ്ത്യൻ്റെ നേതാവായി നിൽക്കുന്നൊരു മല്ലൻ 40 ദിവസമായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളിക്കുന്ന എങ്ങനെയാണ്? എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയും, എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും എന്നുള്ള വെല്ലുവിളിയോടുകൂടെ ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് അണിനിരക്കുന്ന സമയത്ത് 40 ദിവസങ്ങളായി ജനം യുദ്ധത്തിന് നിൽക്കുന്നെങ്കിൽ തന്നെയും, ഇങ്ങനെ പടയാളികൾ യുദ്ധത്തിന് നിൽക്കുന്നെങ്കിൽ തന്നെയും, ഈ ഗോലിയാത്തിൻ്റെ വല്ലാത്ത വലുപ്പവും അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിൻ്റെ വലുപ്പവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ 40 ദിവസമായിട്ട് അവർ വല്ലാതെ പേടിച്ച് പുറത്തു വരുന്നു അകത്ത് കയറുന്നു എന്നുള്ള പേടിയിൽ മുൻപോട്ട് പോകുന്ന സമയത്താണ് ഇശായിയുടെ കൂടാരത്തിനകത്ത് ഇശായി ഇതാ സഹോദരങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി ചില ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ദാവീദിനെ പറഞ്ഞയക്കുന്ന സമയത്ത് എല്ലാവരും കേൾക്കണം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇത് ഞാൻ കഥ പറയുകയല്ല, ഒരു ദൂത് വ്യക്തമാക്കുകയാണ്. ദാവീദ് ഇതാ ഭക്ഷ്യവസ്തുക്കളുമായിട്ട് അവിടെ എത്തുന്നു. ഇങ്ങനെ എത്തുന്ന സമയത്താണ് ഗോലിയാത്ത് വീണ്ടും വെല്ലുവിളിക്കാൻ വേണ്ടി ആ ഏലാ താഴ്വരയിൽ അണിനിരക്കുന്നത്. ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് കണ്ടുകൊണ്ട് ദാവീദിന് ആ വെല്ലുവിളിക്കകത്ത് വല്ലാത്ത സങ്കടമുണ്ടായി. തനിക്ക് സങ്കടമുണ്ടായതിൻ്റെ കാര്യം ഇസ്രായേൽ ദൈവത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് വല്ലാത്ത സങ്കടമുണ്ടായിട്ട് താൻ പറയുന്നു, ഈ ഗോലിയാത്തിനെ, ഈ മല്ലനെ കീഴ്പ്പെടുത്തിയാൽ എന്ത് തരും? പിന്നീട് ആ തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് താൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തൻ്റെ ചേട്ടൻ വന്ന് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ആ 2-3 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ ചേട്ടൻ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: കാട്ടിൽ നീ ആടിനെ വിട്ടിട്ട് ഇവിടെ എന്തിനാ വന്നേ? നീ പട കാണാനല്ലേ വന്നേ എന്ന് ചോദിച്ച് ദാവീദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദാവീദ് ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാനൊരു വാക്കേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞതിനെ അതിനോട് പ്രതികരിച്ചിട്ട് ഈ വാക്ക് ശൗലിൻ്റെ അടുക്കലെത്തുകയാണ്. ശൗലിൻ്റെ അടുക്കലെത്തുമ്പോൾ ശൗൽ ദാവീദിനെ വിളിച്ചിട്ട് പറയുന്നു, നീ ബാലനാണ്, നീ യുദ്ധത്തിന് പ്രാപ്തനൊന്നുമല്ല. പെട്ടെന്നാണ് ദാവീദ് കഴിഞ്ഞ കാലത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. സിംഹത്തെയും കരടിയെയും അടിച്ചു കൊന്ന കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പിന്നീട് ശൗലിന് അത് വിശ്വാസമാകുന്നു. പിന്നീട് ശൗലിൻ്റെ പടച്ചട്ടകൾ ദാവീദിനെ ധരിപ്പിക്കുന്നു. ദാവീദ് പടക്കളത്തിലേക്ക് നടന്നു കയറാൻ പോകുമ്പോൾ നടക്കാൻ കഴിയുന്നില്ല. താൻ എതിരിട്ട് ശീലമില്ലാത്തത് താൻ ഊരിക്കൊടുത്തിട്ട് പിന്നീട് തൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതാ തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ പെറുക്കി. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 11-ാം ദിവസം കഥ പറയല്ല, കേട്ടോണം എല്ലാവരും. 5 കല്ലുകൾ പെറുക്കിയിട്ട് ഇതാ 4 കല്ലുകൾ പൊക്കണത്തിലിട്ട് ഒരു കല്ലിൽ കമണിൽ വെച്ച് ചുഴറ്റി വരുമ്പോൾ ഗോലിയാത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഗോലിയാത്ത് പറയുന്ന കാര്യം, നീ എൻ്റെ നേരെ വരാൻ ഞാനൊരു നായാണോ? വടിയായിട്ട് നീ എൻ്റെ നേരെ വരാൻ ഞാനൊരു നായാണോ? നിന്റെ ആ ശരീരത്തിലെ ആ മാംസമില്ലേ, ഇന്ന് പക്ഷികൾക്ക് ഞാൻ ആഹാരം കൊടുക്കും, കാട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരമായി കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് ദാവീദ് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: നീ എന്നെ ഇപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ നേരെ വരുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ? എനിക്കൊരു ദൈവമുണ്ട്. ഇല്ല, മനസ്സിലായില്ല. ശത്രുവിന് പറയാൻ ഒത്തിരി കാര്യം ഉണ്ടായിരിക്കാം കേട്ടോ. അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം, അവൻ്റെ കവചം, അവൻ്റെ സകല ആകാര വടിവ്, കേൾക്കുന്നുണ്ട് എല്ലാവരും, അവൻ്റെ പൊക്കം, അവൻ്റെ യുദ്ധത്തിൻ്റെ മിടുക്ക്, അവൻ്റെ യുദ്ധത്തിൻ്റെ കഴിവ് ഒക്കെ ശത്രുവിന് പറയാൻ ധാരാളം കാര്യമുണ്ടായിരിക്കാം. പക്ഷെ ദാവീദിന് പറയാൻ ഒന്നേ ഉള്ളൂ: ഞാൻ നിന്റെ നേരെ വരുന്നത് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. ഞാൻ ഇന്ന് പകൽ സഭയോട് വളരെ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുന്നു, ട്രിവാൻഡ്രത്ത് പൊങ്ങി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, അതിൻ്റെ ആധിപത്യങ്ങൾ, അതിൻ്റെ ശക്തമായ പ്രതിഫലനങ്ങൾ ഒക്കെ ശക്തമായി വെളിപ്പെട്ടാലും നീ അതിനകത്ത് അധൈര്യപ്പെടേണ്ട. കാരണം നിന്റെ അകത്തൊരു ദൈവം. കഴിഞ്ഞ 11 ദിവസമായി വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിനക്കൊന്നേ പറയാനുള്ളൂ: എനിക്കൊരു ദൈവമുണ്ട്.
വായ തുറന്ന് അഭിഷക്തന്മാർ പറ, ഈ ദിവസം ശുശ്രൂഷ സംബന്ധമായി എത്ര വെല്ലുവിളികൾ പൊങ്ങി വന്നാലും ശുശ്രൂഷയിൽ നിന്നെ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കത്തില്ലെന്ന് അന്ധകാരങ്ങൾ പറഞ്ഞാലും വായ തുറന്ന് പറ, എനിക്കൊരു ദൈവം. ഞാൻ ചിലരോട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറയുന്നു, ഈ ദിവസം പൊങ്ങി നിൽക്കുന്ന വെല്ലുവിളിയുടെ നടുവിൽ നിങ്ങൾ പറ, ആരോഗ്യമില്ലെന്നല്ല പറയണ്ടേ, എനിക്ക് ശാരീരിക ക്ഷീണമുണ്ടെന്നല്ല പറയുന്നേ, നിങ്ങൾ പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എന്റെ കൂടെ ഒരു ദൈവം. അങ്ങനെ പറയാൻ ഇറങ്ങി നിൽക്കേണ്ടവനാ ശൗല്, അങ്ങനെ പറയാൻ ഇറങ്ങി നിൽക്കേണ്ടവനാ ഏലിയാബ്, അങ്ങനെ പറയാൻ ഇറങ്ങി നിൽക്കേണ്ടവനാ ശമ്മ, അങ്ങനെ പറയാൻ ഇറങ്ങി നിൽക്കേണ്ടവനാ അബിനാദാബ്. പക്ഷെ അവരെല്ലാം ശൗലിന്റെ ഗോലിയാത്തിന്റെ വലിപ്പം കണ്ട് ഒരു വശത്തേക്ക് മാറുമ്പോ പവിഴ നിറവുള്ളവൻ, വലിയ പൊക്കമൊന്നും ഇല്ലാത്തവൻ, പക്ഷെ അവൻ പറയുന്നുണ്ട്, നീ ഗോലിയാത്ത്, നീ വലിയവനാണ്, നിന്റെ കയ്യിൽ കുന്തമുണ്ട്, നിന്റെ കയ്യിൽ വാളുണ്ട്, എന്നേക്കാൾ ഇരട്ടി പൊക്കം നിനക്കുണ്ട്, പക്ഷെ നിനക്കില്ലാത്തതൊന്ന് എനിക്കുണ്ടെന്ന്. നിനക്കില്ലാത്തതൊന്ന് ഫെലിസ്ത്യനേ, നിനക്കില്ലാത്തതൊന്ന് എനിക്കുണ്ട്. കാരണം എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ജീവനുള്ള. വാ തുറക്ക്, വാ തുറക്ക്, വാ തുറക്ക്. എനിക്കൊരു ജീവനുള്ള ദൈവമുണ്ട്. ഈ പോരാട്ടത്തെ ജയിക്കാൻ, ഈ വെല്ലുവിളിയെ ജയിക്കാൻ, ഈ അന്ധകാരത്തെ ജയിക്കാൻ എന്റെ അകത്ത് വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിച്ചാൽ മതി കേട്ടോ. ശബരഗദല രഗദല റിഗദല ഹർദൽ ഖബാ രഗച്ച സിയാദൽ കരാദി ഹർഗൽ കടാ ജലാ ദരിയാ മനാ സിയാതൽ റബല ഗഡഗ ജഗൽ കടാ കദാരിയ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമടിച്ചു പറ, ഇപ്പോ വെല്ലുവിളിച്ചു നിൽക്കുന്ന പോരാട്ടങ്ങൾ നടുവിൽ എനിക്കൊന്നുമില്ലെന്നല്ല പറയണ്ടേ, എനിക്കൊരു ദൈവമുണ്ട്. ആന്റി നിങ്ങൾ പറ, സഹോദരങ്ങളെ നിങ്ങൾ പറ, അങ്കിൾമാരെ നിങ്ങൾ പറ, ദൈവദാസന്മാരെ നിങ്ങൾ പറ, എനിക്കൊരു ദൈവം. ശൂഷൻ രാജധാനിയിൽ നെഹമ്യാവ് നിൽക്കുകയാണ്. നെഹമ്യാവ് നിൽക്കുമ്പോൾ സ്തോത്രം, പ്രവാസത്തിന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചൊരു വിവരം തനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പെട്ടെന്ന് അതുവഴി വന്ന ഹനാനിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞു പോയ ജനം അവിടെ എങ്ങനെയാ കഴിയുന്നേ? പെട്ടെന്ന് ഹനാനി പറഞ്ഞ വാക്ക് അത്ര സുഖകരമാണോ? അല്ല. അവൻ പറയുന്ന വാക്ക്, ആ ജനം തീരെ അപമാനത്തിലും തീ വെച്ച് ചുട്ട് വാതിൽ കിടക്കുക, മതിലിടിഞ്ഞു കിടക്കുക. കേൾക്കുന്നുണ്ടോ എല്ലാവരും? മതിലിടിഞ്ഞും തീ വെച്ച് ചുട്ടും മഹാ അപമാനത്തിലും കഷ്ടത്തിലും കിടക്കുക. ഇത് കേട്ടയുടനെ പാനപാത്രവാഹനായ നെഹമ്യാവ് മുട്ടുമടക്കി ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അർത്ഥശിഷ്ട മഹാരാജാവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, അർത്ഥശിഷ്ട മഹാരാജാവേ, എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷ എങ്ങനെയാ? ഞാനിവിടെ ഇങ്ങനെ ശ്രേഷ്ഠകരമായി മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ജനം വല്ലാത്ത കഷ്ടതയിൽ യെരൂശലേമിൽ കഴിയുകയാണ്. എനിക്കതിനെ ഒന്ന് പുതുക്കി പണിയാൻ, കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു അവസരം തരണം. അർത്ഥശിഷ്ട മഹാരാജാവ് രാജ്ഞിയുമൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് എത്ര നാൾ വേണം, എത്ര ദിവസം കഴിഞ്ഞ് നീ മടങ്ങി വരും എന്ന് പറഞ്ഞയക്കുക നെഹമ്യാവിനെ പറഞ്ഞയക്കുമ്പോൾ ആസാവുമായുള്ള മരമൊക്കെ മുറിക്കാനുള്ള ഭയങ്കര അവകാശത്തിൻ്റെ ലെറ്ററൊക്കെ തൻ്റെ കയ്യിലുണ്ട്. കേൾക്കുന്നുണ്ടോ? എല്ലാ കാര്യവും പൂർത്തീകരിച്ചു, വിസ റെഡിയായി, പുറത്തു വന്നു, ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ഡോക്യുമെൻറ്റ്സും തൻ്റെ കയ്യിലുണ്ട്. തനിങ്ങനെ ഡോക്യുമെൻറ്റ്സുമായി മുൻപോട്ട് പോകുന്ന ഈ യെരൂശലേമിലെത്തി. കേൾക്കണം എല്ലാവരും. യെരൂശലേമിലെത്തി. ഒരു ദിവസം രാത്രിയിൽ താൻ എഴുന്നേറ്റിട്ട് ആ മതിലുകൾ ചുറ്റും താൻ നടക്കുക.
തൻ്റെ ഹൃദയത്തിനകത്ത് നിയോഗം മതിൽ പണിയാനാണ്. ദൈവദാസന്മാർ കേട്ടോണേ, കേട്ടോ. തൻ്റെ ഹൃദയത്തിനകത്ത് നിയോഗം എന്താ? ദൈവം അതിനെ ഉറപ്പ് കൊടുത്തു, മതിൽ പണിയും നീ. മതിൽ പണിയാനുള്ള ഉറപ്പോടെ നെഹമ്യാവ് ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് തനിങ്ങനെ ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് മുൻപോട്ട് വന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് മതിൽ പണിയണം, നമുക്ക് മതിൽ പണിയണം. നമ്മളിനി ഇങ്ങനെ നിന്നാപാത്രമായിരുന്നാൽ പോരാ, നമുക്ക് എഴുന്നേറ്റ് മതിൽ പണിയണം. പെട്ടെന്ന് സഹോദരന്മാർ അന്യോന്യം ധൈര്യപ്പെടുത്തി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോറേലിനായ സൻബലത്ത്, അരാബ്യനായ തോബിയാവ്, പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗേഷ്യം, കേൾക്കുന്നുണ്ടോ? സൻബലത്തും തോബിയാവും പറഞ്ഞു, വന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയാണ്? നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ പോവാണോ? പെട്ടെന്ന് നെഹമ്യാവ് വായി തുറന്ന് പറഞ്ഞ വാക്ക് പറ. 2-ാം അധ്യായം 20-ാം വാക്യം, അതിന് ഞാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൻബലത്തും തോബിയാവും ഗേഷമുമൊക്കെ ഈ നിയോഗത്തെ തടസ്സപ്പെടുത്താൻ തനിക്ക് ദൈവം ഇട്ടിരുന്നൊരു നിയോഗം എന്താ? മതിൽ പണിയണം എന്ന നിയോഗം തൻ്റെ അകത്ത് ശക്തമായി കിടക്കുമ്പോൾ, ആ നിയോഗങ്ങൾക്ക് താൻ സ്റ്റെപ്പ് വെച്ച് മുൻപോട്ട് വരുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സം ഉണ്ടാകുക, സൻബലത്ത് പൊങ്ങി വരിക, ഗേഷമ് പൊങ്ങി വരിക, തോബിയാ പൊങ്ങി, ഇത് കണ്ട ഉടനെ താൻ ഓടി ഒളിച്ചെന്നാണോ വചനം? സൻബലത്തെ, തോബിയാവേ, ഗേഷമേ, നിങ്ങൾ ഇതിനെതിരായി നിന്നാലും എനിക്കൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമയും പറ. നിന്റെ നിയോഗങ്ങൾക്കെതിരെ മാനുഷികമായ അനുഭവങ്ങൾ, ശത്രുവിന്റെ വെല്ലുവിളികൾ കയറി വരുമ്പോ നിയോഗമിട്ടേ ചോടരുത്, വാ തുറന്നു പറയണം, ഈ നിയോഗത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൽ ദൈവദാസന്മാരോട് പ്രവചിച്ചു പറയുന്നു, നിന്റെ നിയോഗങ്ങൾക്ക്, ദൈവം നിനക്ക് തന്ന ദർശനത്തിന്, ദൈവം നിനക്ക് തന്ന കാഴ്ചപ്പാടുകൾക്ക് എതിരെ കയറി വന്ന് അതിനെ മുടക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുമ്പാകെ നീ കുനിഞ്ഞു കൊടുക്കാതെ, ആ ശത്രുവിന്റെ വാക്കിനകത്തോടി പറയാതെ പറ, ഇത് പൂർത്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്റെ കൂടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് പ്രതികരിച്ചോ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എനിക്കൊരു ദൈവം. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. 2025 എന്നെ നേരോടെ നയിക്കുന്ന, എന്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്ന, എന്റെ ദർശനങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. എത്ര വൈരികൾ എഴുന്നേറ്റ് വന്നാലും ആ ദൈവം എന്നെ വിട്ടു മാറില്ല. സൻബലത്തും തോബിയാവും ഗേഷേവും എത്ര തന്ത്രങ്ങൾ മനഞ്ഞാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ 52 ദിവസം കൊണ്ട് ഞാൻ അത് പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവരും ഒരു ഭയങ്കര ദൈവമഹത്വം ഇറങ്ങുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. വാ തുറന്നു പറ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. ആ പ്രതിസന്ധിയിൽ വായ തുറന്നു പറ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. ആ വെല്ലുവിളി നിറവിൽ വാ തുറന്നു പറ, എനിക്കൊരു. നെബൂഖദ്നേസർ രാജാവ് ദൂരാ സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആജ്ഞ എന്താണെന്നറിയാമോ? കുഴൽ, തമ്പുരു, വീണ
എന്ന വാദ്യ ഉപകരണങ്ങൾ മീട്ടുമ്പോൾ എല്ലാവരും കുനിഞ്ഞ ആ ബിംബത്തെ നമസ്കരിക്കണം. എല്ലാവരും പറയണം, ആ ബിംബമാണ് ദൈവം, ആ ബിംബമാണ് ദൈവം എന്ന് പറഞ്ഞ് എല്ലാവരും ആർത്തു വിളിക്കണം എന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന സമയത്ത് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് കൽദയർ ഇത് കണ്ടു. കൽദയർ കുറ്റം ചുമത്തി രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കൽദയർ കുറ്റം ചുമത്തുന്ന കാര്യം ഇങ്ങനെയാ. രാജാവേ, നെബൂഖദ്നേസർ രാജാവേ, ദൂരാസമഭൂമിയിൽ എടുത്തു വെച്ച ബിംബം, ആ ബിംബത്തെ കുഴൽ, തമ്പുരു, വീണ എന്ന് വീട്ടുമ്പോൾ എല്ലാവരും വീണ് മടങ്ങുന്നുണ്ട്. പക്ഷേ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും വീണും മടങ്ങുന്നില്ല. പെട്ടെന്ന് അവരെ വിളിച്ചു വരുത്തി നെബൂഖദ്നേസർ ചെയ്തൊരു കാര്യം, ഇപ്പോൾ കുഴൽ, തമ്പുരു, വീണ എന്നിവ മീട്ടുമ്പോൾ ഹല്ലേലൂയ, ഈ ബിംബത്തെ നിങ്ങൾ വീണ് നമസ്കരിക്കണം. പെട്ടെന്ന് കുഴൽ, തമ്പുരു, വീണ എന്നിവ മീട്ടുന്ന സമയം മുമ്പ് അവർ പറയുന്നൊരു കാര്യം വളരെ വേദപുസ്തകത്തിനകത്ത് ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയല്ലേ. കുഴൽ, തമ്പുരു, വീണ എന്നിവ വീട്ടുവാൻ രാജാവ് കൽപ്പനയിടുമ്പോൾ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി തങ്ങൾ പറയുന്ന വാക്ക്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കില്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ തീരുമാനം എടുക്കാം, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. ആ വെല്ലുവിളിയുടെ നടുവിൽ ഒരു തീരുമാനം എടുക്കാവോ, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞ് 2025 ഇന്ന് പകൽ ഈ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വലിയ ദൂതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ അകത്തൊരു ദൂത് കയറണം. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിലും ആ ദൈവത്തെ വിട്ടൊരു പരിപാടിക്ക് ഞങ്ങളില്ല. വിശ്വസിക്കുന്നവരുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വാസികൾ നെഞ്ചത്ത് കൈവച്ചു പറ, എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അടുത്തതായി സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക്, എനിക്കൊരു ദുർഗമുണ്ട്. എനിക്ക് കേറി സ്തോത്രം പ്രതിസന്ധിക്കകത്തൊളിച്ചിരിപ്പാൻ, പ്രതികൂലത്തിനകത്ത് നിന്ന് എനിക്ക് സംരക്ഷണം നൽകുന്ന ഒരു ദുർഗം എനിക്കുണ്ട്. ആ ദുർഗത്തെക്കുറിച്ചുള്ള പ്രത്യേകത നിങ്ങൾ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 7ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. യഹോവ നമ്മോട് കൂടെയുണ്ട്. ജനത്തുള്ള ദൈവത്തിൻ്റെ നിത്യവാസത്തെ കാണിക്കുക. ഇനി യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഉടമ്പടിയുടെ ദൈവം എന്നാണ്. സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ പറയുക, ഞങ്ങൾക്കൊരു ദുർഗമുണ്ട്. ശത്രു ഞങ്ങൾക്കെതിരെ വന്നാൽ, ശത്രു ഞങ്ങൾക്കെതിരെ കയറി വന്നാൽ, ശത്രു ഞങ്ങൾക്കെതിരെ പടപുരുതിയാൽ ഞങ്ങൾക്കെതിരെ ചുറ്റും കാവലായി ചുറ്റും ഞങ്ങൾക്കെതിരെ സ്തോത്രം നിന്നാൽ ഞങ്ങൾക്ക് ഓടി ഒളിക്കാൻ ഒരു ദുർഗമുണ്ട്. എത്ര പേർ ഇന്ന് പകൽ വായ തുറന്ന് പറയും, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദുർഗമുണ്ട്, എനിക്കൊരു നദിയുണ്ട്. എല്ലാ കണ്ണും നടച്ച് പ്രാർത്ഥിച്ചാട്ടക്കമോ, എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും മൗനം ആചരിക്കരുത്. ഞാൻ വലിയ സന്ദേശമൊന്നുമല്ല പറഞ്ഞ്, കർത്താവിൻ്റെ ആത്മാവ് നന്നായിട്ട് നിങ്ങളുടെ ഈ വചനത്തിലൂടെ ഇടപെട്ടെങ്കിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ 3 ഉറപ്പുകൾ 11ാം ദിവസം നമ്മിൽ ഭരിക്കട്ടെ. നമ്മൾ വീഴില്ല, നമ്മൾ തകരത്തില്ല. നമുക്കൊരു നദിയുണ്ട്. 2, നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു ദുർഗമുണ്ട്. ഒത്തിരി പേർ ഒത്തിരി കാര്യങ്ങൾ പലതും അവരുടെ സഹായത്തെപ്പറ്റിയും അവരുടെ സംരക്ഷണത്തെപ്പറ്റിയും അവരുടെ ആത്ബലത്തെപ്പറ്റിയുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പലരും പറയാറുണ്ട്. ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ട്, എല്ലാ തരത്തിലും സുരക്ഷിതരാ എന്ന് പറഞ്ഞ് പലരും നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ, പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമില്ലെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു നദിയുണ്ട്, എനിക്കൊരു ദുർഗമുണ്ട്. എല്ലാ കണ്ണും നടച്ച് പ്രാർത്ഥിച്ചു. കമോൺ. കർത്താവിനോട് പറഞ്ഞുകൊണ്ടാണ് ഈ ദൂത് ഞാൻ പറഞ്ഞിവിടെ.
ഇന്ന് പകൽ ഈ ഉറപ്പുണ്ടാകണം. സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിലും അവർ അകലെയാണെങ്കിലും നിങ്ങൾക്കൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ചാര നിൽക്കുന്നൊരു ദൈവം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ദൈവം, നിങ്ങളുടെ അകത്ത് വസിക്കുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ. കമോൺ. റബല കതല ബശന്തല ജലാധര ശബര ഗതല മൗഷിയാതൽ റഗദല റിഗതന സിയാതൽ റബല ഗജല ഗഡ മധുരി ഗച്ചസി റബലി അംദൽ കമാന ഗഡഗസിയ. വായൊന്ന് തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചോട്ടെ. എനിക്കൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞേ, എനിക്കൊരു ദുർഗമുണ്ടെന്ന് പറഞ്ഞേ. ആരൊക്കെ മാറിപ്പോയാലും എനിക്കൊരു ദൈവമുണ്ട്. ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും എനിക്കൊരു ദൈവമുണ്ട്. കമോൺ കമോൺ കമോൺ. ശബല കടല ബൗഷി ഹംതൽ കരാതി. തടസ്സങ്ങളെല്ലാം വഴിമാറട്ടെ, പ്രതികൂലങ്ങളെല്ലാം വഴിമാറട്ടെ, ദുഃഖങ്ങളെല്ലാം വഴിമാറട്ടെ. ഇന്ന് പകൽ യോഗം കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ആരുമില്ലെന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് ആരുമില്ലെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയണം, ആരുമില്ലെന്ന് ഞാൻ പറയില്ല. എനിക്കൊരു ദൈവമുണ്ട്. ആ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ, ആ നിരാശയിൽ എന്നെ സഹായിക്കാൻ, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എന്നെ സഹായിക്കാൻ, എനിക്ക് വേണ്ടി വഴി തുറക്കാൻ, എനിക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു ദൈവം എൻ്റെ മേലുണ്ട്. ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. നിയോഗങ്ങൾക്കെതിരെ ശത്രു കയറി വരുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. എല്ലാ കണ്ണൊന്നടച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവത്തോട് അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ നിയോഗമുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്ക്. നിങ്ങൾ തകരത്തില്ല, വീഴത്തില്ല. ദൈവമുണ്ട് കൂടെ, ദൈവമുണ്ട് കൂടെ. പരിശുദ്ധാത്മ വളരെ ശക്തമായും ശാന്തമായിട്ടും പറയുന്നു, നിങ്ങൾ തകർന്നു വീഴില്ല, ദൈവമുണ്ട് കൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പൊങ്ങി നിൽക്കുന്ന പോരാട്ടമില്ലേ, അതിനകത്ത് നിങ്ങൾ തകരത്തില്ലെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയില്ലേ, അതിനകത്ത് നിങ്ങൾ ഉടഞ്ഞു പോകില്ലെന്ന്. ദൈവം അതിനകത്ത് നിങ്ങളെ ജയിപ്പിക്കാൻ പോകുകയാ, അതിനകത്ത് നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാ. ആ വെല്ലുവിളിക്കകത്ത് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ വായ തുറന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ പരസ്യമായ ചില മാന്യതകൾ ദൈവം നിങ്ങളുടെ മേൽ പകരാൻ പോവുക. ശദ്രക്കെ മേശക്കെ അഭയദ്രഹോമേ, പരസ്യമായല്ലേ പറഞ്ഞേ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, അവൻ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ആ ദൈവത്തെ വിട്ട് ഞങ്ങൾ മാറില്ലെന്ന് പറഞ്ഞാൽ പരസ്യമായ പ്രതികൂലങ്ങൾ ഉണ്ടായാലും പരസ്യമായ ആദരവ് തന്റെ ജനത്തിന്മേൽ ദൈവം കൽപ്പിച്ചതുപോലെ ദൈവത്തെ ഇന്ന് പകൽ വിശ്വസിച്ചേറ്റുപറ. ആ വെല്ലുവിളിക്കകത്ത് ഞങ്ങൾ പുറകിലേക്ക് പോകില്ല, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. വാതുറക്ക് ശബ്ദമുയർത്ത് അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ആ കരങ്ങളൊന്ന് അടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളൊന്ന് അടിച്ച് അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, ദൈവമഹത്വം ചലിക്കട്ടെ. കരമടിച്ച് അല്പസമയം കൂടെ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ സഭ തിരിച്ചറിയ്, എനിക്കൊരു നദിയുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദുർഗമുണ്ട്. അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകില്ല. ആവശ്യമില്ല, ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവനൊരു നദിയുണ്ട്, അവനൊരു ദൈവമുണ്ട്, അവനൊരു ദുർഗമുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോട് നമുക്ക് വിളിച്ചു പറയാം, എന്നെ നിറയ്ക്കുന്ന ഒരു നദി, എന്നെ ജീവിപ്പിക്കുന്ന ഒരു നദി, ഹല്ലേലൂയ, എന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം, എന്നെ ഒളിപ്പിക്കുന്ന ഒരു ദുർഗം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ചഞ്ചലപ്പെടുകയില്ല. അങ്ങനെ വിളിച്ചു പറയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് പകൽ ഐശ്വര്യമായ ദൈവജനം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ. പിന്നെയും രാത്രി സെക്ഷനിൽ ദൈവശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്റെ ദാസനെ ദൈവം സഹായിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ കൃപ തന്റെ ദാസന മേൽ ദൈവം പകരേണ്ടതിനായി, എല്ലാവിധമായ കൃപകൾ തന്റെ ദാസന മേൽ പകരുവാൻ
ഉപവസിക്കുന്ന ഫലപൂർണ്ണമായി ഭാഗ്യമായി ഉപവസിക്കുന്ന എല്ലാ തന്റെ ജനത്തെ ദൈവം ശക്തീകരിപ്പാൻ, കർത്താവിൻ്റെ ചിറകടിയിൽ ദൈവം പൊതിയുവാൻ, അല്ലെങ്കിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കേണ്ടതിനായി നാം എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസ പാസ്റ്റർ എസ് ബി ഷിബു അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ 11-ാം ദിവസം കർത്താവ് ഞങ്ങൾ മേലും കർത്താവേ, അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവെ കാണുവാൻ ബലപ്പെടുവാൻ കർത്താവേ, വചനത്തിൻ്റെ ഭാരം ഞങ്ങൾ മേലും അവിടെ കർത്താവേ അവിടെ ഒഴുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നത് ചെന്ന് ചേരുന്നിടത്തൊക്കെയും ജീവജല നദി ഒഴുകുമെന്ന് തിരുവെന്ന് പറയുന്നത് പോലെ ഇന്ന് കാലം ജീവജലമായിരിക്കുന്ന ഞങ്ങളുടെ നടുവിൽ കൂടെ അവിടെ നദി ഇറങ്ങി വന്നതായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവില, പ്രശ്നങ്ങളുടെ നടുവില ഒരു ഉദാഹരണമായി ഞങ്ങളെ ഉയർത്തുവാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന ആഴമായി കർത്താവേ ഞങ്ങൾ പഠിക്കുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ദുർഗമായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നതാ. ഞങ്ങളെ വെളിപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ അളവറ്റ സാന്നിധ്യങ്ങളോട് കൂടിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യങ്ങളോട് കൂടിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ആഴത്തിൽ ഞങ്ങളുടെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാനോട് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പിന്നെയും ശരണപ്പെട്ടുകൊണ്ട് അവയെ ദൈവിക മഹത്വത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. അവയെ ശുശ്രൂഷിപ്പാൻ പ്രിയ ദേവദാസനെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവയെ ഹല്ലേലൂയ. ഈ രാത്രി നടക്കുന്ന ശുശ്രൂഷയെ ഉടനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം കൂടി ഇരിക്കുന്നു. ഇപ്പോൾ നാദാ ഞങ്ങൾ പിരിവിനടുത്ത് പിരിയാസാധ്യത കൂടി സഹായിക്കണം. വീട് തമ്മിൽ അവൻ ചേരുന്നവരെയും കർത്താവ് കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന് കരങ്ങൾ ഉയർത്തി മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃത്യം 1:45 ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുപ്പാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വൈകിട്ട് കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും.